നിയമസഭാ രാഷ്ട്രീയം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. എല്ലാ പ്രതിപക്ഷ നീക്കവും കേന്ദ്രീകരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കാണ്. മന്ത്രിമാർ സമാധാനം പറയേണ്ട പ്രശ്നങ്ങളിൽ പോലും വിവാദ ചുഴിയിൽ മുഖ്യമന്ത്രിയെ ഉറപ്പിച്ചു നിർത്തുന്ന തന്ത്രം പ്രതിപക്ഷം പയറ്റുമ്പോൾ അതിനെ ഭരണപക്ഷം എത്രമാത്രം പ്രതിരോധിക്കുന്നു? അവകാശ ലംഘനമാണ് മുഖ്യമന്ത്രിക്കെതിരായ പ്രതിപക്ഷത്തിന്റെ പുതിയ ആയുധം. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുന്നു. പ്രതിപക്ഷവും മുഖ്യമന്ത്രിയും നേർക്കുനേർ എന്നതാണോ സഭയിലെ അവസ്ഥ? മുഖ്യമന്ത്രിക്കെതിരെ നിയമസഭയിൽ അവകാശ ലംഘന നോട്ടീസ്. മഹാരാജാസ് വിഷയത്തിൽ എഫ്ഐആറിലെ വിവരങ്ങൾ മറച്ചുവെച്ച മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് പി ടി തോമസും ഹൈബി ഈഡനും ആരോപിച്ചു. പരിശോധിച്ച് നടപടിയെടുക്കാമെന്ന് സ്പീക്കർ അറിയിച്ചു. മഹാരാജാസ് വിഷയത്തിൽ കഴിഞ്ഞ ദിവസം പി ടി തോമസ് അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിനാണ് മഹാരാജാസ് കോളേജിൽ നിന്ന് പിടിച്ചെടുത്തത് നിർമ്മാണ സാമഗ്രികളാണെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. എന്നാൽ പോലീസിന്റെ എഫ്ഐആറിൽ മഹാരാജാസ് കോളേജിൽ നിന്ന് മാരകായുധങ്ങൾ പിടിച്ചെടുത്തു എന്ന് വ്യക്തമാണ്. സഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞതിന് ഘടകവിരുദ്ധമാണ് എഫ്ഐആറിലുള്ളതെന്നും മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നും പി ടി തോമസ് ആരോപിച്ചു. സഭയിൽ തെറ്റായ വിവരം വസ്തുതകൾക്ക് വിരുദ്ധമായി മനഃപൂർവ്വം ആരെയോ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പറയുക വഴി സഭയിലെ അംഗങ്ങളുടെയും അതിലൂടെ സഭയുടെ പ്രത്യേക അവകാശങ്ങളുടെയും അന്തസ്സിന്റെയും ലംഘനമാണ് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. അതിനാൽ അദ്ദേഹത്തിനെതിരെ അവകാശ ലംഘന പ്രശ്നത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അന്വേഷണം വഴിതിരിച്ചുവിടാനും ആരെയോ രക്ഷിക്കാനുമാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് ഹൈബി ഈഡനും കുറ്റപ്പെടുത്തി. കൃത്യമായ ആംസ് ആക്ട് 27 പ്രകാരം എഫ്ഐആർ ചാർജ് ചെയ്തിരിക്കുന്ന ഒരു കേസിൽ പോലീസ് കേസ് അന്വേഷണ അവസ്ഥയിലിരിക്കുമ്പോൾ തന്നെ സഭയിൽ കൃത്യമായ ഒരു നിർദ്ദേശം പോലെ തന്നെ പോലീസ് ഏത് തരത്തിലേക്ക് അന്വേഷണം വഴിതിരിച്ചു കൊണ്ടുപോകണമെന്ന് പറയുന്ന തരത്തിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ മഹാരാജാസിൽ നിന്ന് വടിവാളുകളും ബോംബും പിടിച്ചെടുത്തുവെന്ന പ്രതിപക്ഷ ആരോപണം പച്ചക്കള്ളമാണെന്നതിന് എഫ്ഐആർ തെളിവാണെന്നും ഈ ആരോപണം സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും എം സ്വരാജ് ആവശ്യപ്പെട്ടു. രണ്ടു കാര്യങ്ങളും പരിശോധിച്ച ശേഷം നിലപാടറിയിക്കാമെന്ന് സ്പീക്കർ വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. മുഖ്യമന്ത്രിക്കെതിരെ അവകാശ ലംഘന നോട്ടീസ് എന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപവുമായിട്ടാണ്, ഒരു ആയുധവുമായിട്ടാണ് പ്രതിപക്ഷം സഭയിലേക്ക് നീങ്ങിയത്. മഹാരാജാസ് കോളേജ് എന്ന പ്രശ്നത്തിലേക്ക് മാത്രമല്ല, പൊതുവായി പ്രതിപക്ഷം എടുക്കുന്ന ഈ ഒരു സമീപനം, അതിനെ പ്രതിരോധിക്കുന്ന ഭരണപക്ഷം ഈ നിലയിൽ ഈ ബജറ്റ് സമ്മേളനത്തിൽ സഭയിൽ തെളിയുന്ന രാഷ്ട്രീയമാണ് വളരെ പ്രധാനമായി സമീപനങ്ങളെ മുൻനിർത്തി പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. മുൻമന്ത്രി കോൺഗ്രസ് നേതാവ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചർച്ചയിൽ പങ്കുചേരുന്നു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ് ഉണ്ട്. CPIM നേതാവ് ശ്രീ ഷംസീർ MLA അല്പസമയത്തിനകം ചർച്ചയിലേക്ക് എത്തും. മാധ്യമപ്രവർത്തകൻ ശ്രീ സജീവൻ കൂടി ചർച്ചയിലേക്ക് വരികയാണ് കോഴിക്കോട് നിന്നും. ആദ്യം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അവകാശ ലംഘന നോട്ടീസാണ് പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കെതിരായ നീക്കങ്ങളിൽ, പ്രതിപക്ഷ വിമർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം, അല്ലെങ്കിൽ എത്തി നിൽക്കുന്നത് അവിടെയാണ്. സത്യത്തിൽ ഈ മഹാരാജാസ് വിഷയത്തിൽ മുഖ്യമന്ത്രി സഭയിൽ അവിടെ കണ്ടെത്തിയ കാര്യങ്ങൾ, എന്തൊക്കെ തരത്തിലുള്ള സാധനങ്ങളാണ്, വസ്തുക്കളാണ് കണ്ടെത്തിയത് എന്ന് സഭയിൽ വിശദീകരിച്ചതല്ലേ? അങ്ങനെ വിശദീകരിച്ചതിൽ ഏതെങ്കിലും കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടോ? വടിവാളോ ബോംബോ ഒന്നും കണ്ടെടുത്തിട്ടില്ല എന്ന് പറയുകയും കണ്ടെടുത്തവയെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി എടുത്ത സമീപനത്തെ എങ്ങനെയാണ് ഒരു അവകാശ ലംഘനത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നത്? മുഖ്യമന്ത്രി സഭയിൽ നടത്തിയ പ്രസംഗം ആ റെക്കോർഡ്സ് നോക്കിയാൽ അറിയാം. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അവിടെ നിന്ന് പണിയായുധങ്ങൾ കണ്ടെടുക്കുകയായിരുന്നു. വാർക്കപ്പണിക്ക് വേണ്ടി വെച്ചിരുന്ന സാധനങ്ങൾ, അതുപോലുള്ള പണിയായുധങ്ങളാണ് കണ്ടെടുത്തത് എന്നാണ് പറഞ്ഞത്. പക്ഷേ പോലീസിൻ്റെ FIRനകത്ത് അവർ പറഞ്ഞിരിക്കുന്നു മാരകായുധങ്ങൾ വിനിയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം കൂടെ കണ്ടെടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ നിയമസഭയ്ക്കകത്തെ നിലപാടും FIRനകത്തെ പോലീസിൻ്റെ നിലപാടും രണ്ടും രണ്ടാണ്. അതിൽ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം FIRനകത്ത് കണ്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി സ്വാഭാവികമായി നിയമസഭയെ അറിയിക്കേണ്ടതായിരുന്നു. നിയമസഭയെ മറച്ചു വെച്ചുകൊണ്ട് അങ്ങനെ ഒരു നടപടി എടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് തന്നെയാണ് നിയമസഭാ നടപടി ചട്ടങ്ങളിൽ കൃത്യതയുള്ള ഏതൊരു വ്യക്തിക്കും തോന്നുന്നത്. അതുകൊണ്ട് നിയമസഭയിൽ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നതിന് പകരം അവിടെ വാർക്കപ്പണി നടക്കുകയായിരുന്നു, കൺസ്ട്രക്ഷൻ വർക്കുണ്ട്, ആ കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടി വിനിയോഗിച്ചു കൊണ്ടിരുന്ന ആയുധങ്ങളാണ് ആയുധങ്ങളല്ല പണിയായുധങ്ങളാണ് കണ്ടെടുത്തത് എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടെടുത്ത സാധനങ്ങളുടെ ഗൗരവം തന്നെ പോവുകയാണ്.
കേസ് തന്നെ തിരിഞ്ഞു മറിയുകയാണ്. കാരണം അങ്ങനെ വന്നാൽ വാർക്കപ്പണി ശേഖരിച്ചു വെച്ചിട്ടുള്ള അവിടുത്തെ ജോലിക്കാരാണ് ബാധ്യസ്ഥർ. അതേസമയം അവിടെ കുട്ടികൾക്കെതിരായി മാരകമായിട്ട് വിനിയോഗിക്കുന്നതിന് വേണ്ടി വെച്ചിട്ടുള്ള മാരകായുധങ്ങൾ കണ്ടെത്തു എന്ന് പറയുന്ന പോലീസിൻ്റെ നിലപാട് അവിടെ ഇല്ലാതായി പോകും. നിയമസഭയായതുകൊണ്ടും പറയുന്നത് മുഖ്യമന്ത്രി ആയതുകൊണ്ടും കൃത്യതയോടുകൂടി അത് ജനങ്ങളെ അറിയിക്കണമായിരുന്നു. അവിടെയാണ് ബ്രീച്ച് ഓഫ് പ്രിവിലേജ് ഉണ്ടാകുന്നത്. പ്രിവിലേജിൻ്റെ വ്യവസ്ഥ വായിച്ചാൽ അറിയാം. ആ ബ്രീച്ച് ഓഫ് പ്രിവിലേജ് അട്രാക്ട് ചെയ്യത്തക്ക വിധത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പറയരുതായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതായത് ശ്രീ തിരുവഞ്ചൂർ, താങ്കൾ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു അവകാശ ലംഘനം മുഖ്യമന്ത്രി നടത്തി എന്ന് വരുന്ന നിലയിൽ ഈ വിഷയത്തെ പരാമർശിക്കുകയാണല്ലോ. ഇപ്പോൾ എഫ്ഐആറും സെർച്ച് ലിസ്റ്റുമാണല്ലോ ഉള്ളത്. അതിൽ കണ്ടെത്തിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. പോലീസിന്റേത് ഇപ്പോഴത്തെ ഒരു പ്രാഥമിക നിഗമനം മാത്രമല്ലേ, മാരകായുധങ്ങളായും പരിഗണിക്കാവുന്നവ എന്ന നിലയിലുള്ളവയാണ് കണ്ടെത്തിയത്. മുഖ്യമന്ത്രിയാകട്ടെ ഈ ഘട്ടത്തിൽ അത്തരമൊരു നിഗമനത്തിലേക്ക് സഭയ്ക്കകത്ത് പോകണം എന്ന് ശഠിക്കുന്നതിൽ കാര്യമുണ്ടോ? പോലീസ് എന്താണ് കണ്ടെത്തിയത്? റെയ്ഡിൽ എന്തൊക്കെ പിടിച്ചു? അത് വിശദീകരിക്കുന്ന മുഖ്യമന്ത്രി പ്രാഥമിക ഘട്ടത്തിൽ ഈ നിഗമനങ്ങൾ കൂടി സഭയിൽ പറയേണ്ടതാണ് എന്ന് വാശി പിടിക്കാവുന്നതാണോ? അത് ഏതെങ്കിലും തരത്തിൽ അവകാശ ലംഘനത്തിന്റെ പരിധിയിൽ വരുന്നതായി കണക്കാക്കാവുന്നതാണോ? പോലീസിന്റെ നിഗമനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത്തരം വിവരങ്ങൾ പിന്നാലെയാണ് പുറത്തു വന്നത്. മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ഈ വിവരങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് തോന്നുന്ന ഒരു പ്രാഥമിക നിഗമനമായി പ്രശ്നം അവതരിപ്പിക്കാനും ആവില്ല എന്നാണോ പറയുന്നത്? അതല്ല, അവിടെ സെർച്ച് നടത്തിയപ്പോൾ കണ്ടെത്തിയ സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആ സെർച്ച് നടത്തിയ ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ ഡയറിയിൽ കുറിക്കുന്നത്. എല്ലാവർക്കും അറിയാം. കേസ് ഡയറിക്കകത്ത് ഈ സാധനങ്ങളുടെ എല്ലാം പേരുണ്ടാവും. ആ കേസ് ഡയറിക്കകത്തുള്ള സാധനങ്ങൾ സ്വാഭാവികമായിട്ട് എഫ്ഐആറിനകത്ത് വരികയാണ്. അങ്ങനെ എഫ്ഐആറിന് ആ മഹസറിനകത്തുണ്ടാകുന്ന കാര്യങ്ങൾ എഫ്ഐആറിൽ വരുമ്പോൾ മുഖ്യമന്ത്രി അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകേണ്ട കാര്യമില്ലായിരുന്നു. മുഖ്യമന്ത്രിയെയും പോലീസിനെയും രണ്ടാക്കി നമുക്ക് കാണാൻ പറ്റില്ല. ഒരു സമൂഹത്തിന് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയും അദ്ദേഹത്തിന്റെ കീഴിലുള്ള പോലീസ് സേനയും രണ്ടാണ് എന്നുള്ള വാദഗതിയിലാണ് എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നു. അത് രണ്ടല്ല, ഒന്നാണ്. അതിൽ പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഔദ്യോഗികമായി എത്തുന്നത്. എഫ്ഐആർ മറച്ചു വെച്ചുകൊണ്ട് പോലീസ് റിപ്പോർട്ട് കൊടുത്തോ? അതാണ് പ്രശ്നം. അങ്ങനെയാണ് പോലീസ് കൊടുത്തത് എങ്കിൽ ആ പോലീസുകാർക്കെതിരെ നടപടി വേണം. കാരണം മുഖ്യമന്ത്രിയെ പോലും തെറ്റിദ്ധരിപ്പിക്കത്തക്ക വിധത്തിൽ അവരാരുടെയോ ഇൻഫ്ലുവൻസിന് വിധേയമായി ഈ രൂപത്തിലാണ് റിപ്പോർട്ട് കൊടുത്തത് എങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കുകയും ഈ കാര്യങ്ങൾ പറഞ്ഞതിൽ തെറ്റിപ്പോയ കാര്യം സഭയെ വീണ്ടും അറിയിക്കുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത്. റൈറ്റ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ഷംസീർ കൂടി ചർച്ചയിലേക്ക് എത്തുകയാണ്. ഷംസീർ, ഇപ്പോൾ എഫ്ഐആർ, സെർച്ച് ലിസ്റ്റ്, ഇത് രണ്ടും പരിഗണിക്കുമ്പോഴാണ് മാരകായുധങ്ങളായി പരിഗണിക്കാവുന്നവ തന്നെയാണ് കണ്ടെത്തിയത് എന്ന് പോലീസ് പ്രാഥമിക നിഗമനത്തിലെത്തുന്നത്. മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് അവിടെ കണ്ടെത്തിയതിൽ വടിവാളോ ബോംബോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിലെ ഈ ഗൗരവ സ്വഭാവത്തെ മാറ്റിവെച്ച് വെറും പണിസാധനങ്ങളാണ്, വാർക്കപ്പണിക്ക് ഉപയോഗിക്കുന്ന പണിസാധനങ്ങളാണ് എന്ന് എല്ലാവർക്കും തോന്നുന്ന വിധത്തിലാണ് സഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. അത് ഗൗരവപ്പെട്ട ഒരു അവകാശ ലംഘനത്തിന്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് പ്രതിപക്ഷം ആക്ഷേപിക്കുന്നു. നോട്ടീസ് നൽകിയിരിക്കുന്നു, പരിശോധിക്കാമെന്ന് സ്പീക്കർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പോലീസ് തെറ്റിദ്ധരിപ്പിച്ചോ? മുഖ്യമന്ത്രിയെ പോലീസും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല, മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല. ഇവിടെ ഇവരുടെ ഒരു പി ടി തോമസ് ഉണ്ട്. സഭക്കകത്ത് പച്ച നുണ മാത്രമേ പറയൂ. വളരെ സീനിയർ പാർലമെന്ററിയാണ്. പക്ഷേ ഞാൻ വളരെ ജൂനിയറായ ആളാണ്. 11 മാസത്തെ നിയമസഭാ സാമാജിക അനുഭവം മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവരെക്കാളൊക്കെ മെച്ചൂറായി സഭക്കകത്ത് ഇടപെടുന്നത് ഞങ്ങളാണെന്നാണ്. ഇവർ ഓരോ ഘട്ടത്തിലും അനാവശ്യമായി പ്രൊവക്കേഷൻ ഉണ്ടാക്കുക. ഈ പി ടി തോമസ് പറയുന്ന കാര്യങ്ങൾക്കകത്ത് ഒരിക്കലും ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാവാറില്ല. ഈ പറഞ്ഞ അദ്ദേഹം പറഞ്ഞു വടിവാൾ, ബോംബ് തുടങ്ങിയ മാരകായുധങ്ങൾ സഭക്കകത്ത് പിടിച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് ഇവർ സഭക്കകത്ത് പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങനെ ഒരു ആയുധം പിടിച്ചിട്ടില്ല. എന്നിട്ട് മുഖ്യമന്ത്രി സീസർ മഹേശ്വരൻ രജിസ്റ്റർ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് പറഞ്ഞു. അതിനകത്തൊരു ആയുധം എന്ന് പറയാൻ സാധിക്കുന്നത് കേവലം 9 ഇഞ്ച് മാത്രം വലിപ്പമുള്ള ഒരു വാക്കത്തി മാത്രമാണ്. വാക്കത്തി പല പർപ്പസിന് ഉപയോഗിക്കാം. ഇപ്പോൾ കല്ല് തന്നെ വേണമെങ്കിൽ ഒരു ആയുധമാവാം. കല്ല് തലക്കെടുത്തിട്ട് ആൾ മരിച്ചു പോകും. പല ആയുധങ്ങൾക്കും എന്തിനാണ് നമ്മൾ പ്രയോഗിക്കുന്നത്, അപ്പോഴാണ് ആയുധമായി മാറുക. ഇപ്പോൾ എഫ്ഐആർ എന്നത് പ്രഥമ വിവര റിപ്പോർട്ട് മാത്രമാണ്. എഫ്ഐആർ ഇട്ടിരിക്കുന്നത് സെക്ഷൻ 27 ആംസ് ആക്ട് പ്രകാരമാണ്. ആംസ് ആക്ട് പ്രകാരം കേസ്. പക്ഷേ ഒരു എഫ്ഐആർ ഇട്ടതുകൊണ്ട് മാത്രം ആംസ് ആക്ടിൽ ഉൾപ്പെടണമെന്നില്ല.
അത് ഇൻവെസ്റ്റിഗേഷനിലൂടെ മാത്രമേ. തിരുവഞ്ചൂർ അറിയാത്ത, തിരുവഞ്ചൂർ പോലീസിനെ നിയന്ത്രിച്ച ആളാണ്, പോലീസിനെ കൊണ്ട് CPM തകർക്കാൻ ശ്രമിച്ച ആളാണ്, അതിൽ പരാജയപ്പെട്ട് നിരാശനായിരിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും അദ്ദേഹത്തിന്റെ കാലം അദ്ദേഹത്തിന് അറിയുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഒരു കേസിന്റെ പ്രഥമ വിവര റിപ്പോർട്ട് മാത്രം, ഇൻവെസ്റ്റിഗേഷനകത്ത് മാത്രമാണ് ഇത് ആയുധമാണോ അല്ലെങ്കിൽ ഇത് എന്തിനാണ് ഈ വാക്കത്തി ആയുധമായി മാറുന്നത് എന്തെങ്കിലും തരത്തിൽ ആക്രമണങ്ങൾക്ക് വേണ്ടിയാണോ? ഇപ്പൊ അവിടെ പോലീസ് തന്നെ പറയുന്ന കാര്യങ്ങളുണ്ട്. അവിടെ പലതരം കൺസ്ട്രക്ഷൻ സിവിൽ വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ ഇവർ ഈ പറയുന്ന തിരുവഞ്ചൂരിന്റെ പാർട്ടി അക്രമം നടത്തിയ കേസ് അവിടെ ഉണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ മഹാരാജാസ് കോളേജിൽ അക്രമം നടത്തിയ കേസുണ്ട്. ഇൻകുലാബ് സ്റ്റുഡൻസ് മൂവ്മെന്റ് എന്ന് പറഞ്ഞ സംഘടന അവർ അക്രമം നടത്തിയ കേസുണ്ട്. SFIക്കെതിരെയും കേസുണ്ട്. ഇതിൽ ഒറ്റതിരിഞ്ഞ് SFI മാത്രം ആക്രമിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. സഭയിലേക്ക് തന്നെ ഒന്ന് ചുരുങ്ങുകയും വേണം ഒരർത്ഥത്തിൽ. ഷംസീർ, ഇതിൽ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഉന്നയിക്കും. ഞാൻ അവിടെ മാത്രം ഊന്നിയല്ല ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതും. മറ്റ് പൊതുവായ ഒരു സഭാ രാഷ്ട്രീയം പരിഗണിക്കേണ്ടതുണ്ട്. അവിടെ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന് ശേഷം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന FIR, അതുപോലെ തന്നെ സെർച്ച് ലിസ്റ്റ്, ഈ അവകാശ ലംഘനത്തിൽ ആരോപിക്കുന്ന അവകാശ ലംഘനത്തിൽ മുഖ്യമന്ത്രി ചെയ്തു എന്ന് പറയുന്നത് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനമുണ്ട്. ഈ വസ്തുക്കൾ അത് പണിയായുധങ്ങളല്ല, അല്ലെങ്കിൽ പണിയായുധങ്ങൾ മാത്രമായി കാണാവുന്നതുമല്ല, മാരകായുധങ്ങളായി പരിഗണിക്കാവുന്നത് എന്ന് പ്രാഥമിക നിഗമനമുള്ള അന്വേഷണ വസ്തുതയാണ് മുഖ്യമന്ത്രി സഭയിൽ പറയാതിരുന്നത്. എന്നിട്ട് അതിനെ ലഘൂകരിക്കുന്നു. മറ്റൊരർത്ഥത്തിൽ അന്വേഷണത്തിന്റെ ദിശയെ സ്വാധീനിക്കുന്ന ഒരു നിർദ്ദേശമാണ് സഭയിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് പോയത്. അത്തരമൊരു തെറ്റ് മുഖ്യമന്ത്രിയിൽ സംഭവിച്ചിട്ടുണ്ടോ? ഈ അന്വേഷണ ദിശയെ അട്ടിമറിക്കാനത് എന്തോ ഒരു മഹാസംഭവം പോലെയാണ്. ഈ പ്രതിപക്ഷം ശരിക്ക് ആശയദാരിദ്ര്യം കൊണ്ട് വെള്ളം കുടിക്കുകയാണ്. ഇവർ MM മണിക്കെതിരെ സമരം നടത്തി. ഇപ്പൊ എവിടെ എത്തി? MM മണിയെ ഞങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ സഭക്കകത്തിരിക്കുന്നുണ്ടല്ലോ. ഇവർക്കൊന്നും ചെയ്യാനുള്ള പ്രാപ്തിയും കരുത്തുമില്ല. ഞങ്ങളെ മൂക്ക് ചെത്തി ഉപ്പിലിടും എന്ന് പറഞ്ഞ പ്രതിപക്ഷം ഇപ്പൊ അവര് സ്വയം അലിഞ്ഞുകൊണ്ടിരിക്കുക. KM മാണി എന്ന് പറയുന്ന പാർട്ടി ഇപ്പൊ അവരെ കൂടെ ഇല്ല. കോൺഗ്രസിന്റെ കമ്മിറ്റി യോഗം ചേർന്ന് ഞങ്ങൾ മാണി സാറിനെ ഇനി മാണി എന്ന് മാത്രമേ വിളിക്കൂ എന്ന് പറഞ്ഞു. ഇപ്പൊ ഇന്നലെ ചെറിയ മാറ്റം വരുത്തി. മാണി സാറിനെ മാണി എന്നല്ല മാണിസം എന്ന് വിളിക്കുമെന്ന് പറയുന്നത്. എന്തൊരു നാണക്കേടാണ് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ദുർബലമായ മുന്നണിയാണ് UDF. LDF എന്ന മുന്നണിയെ നേരിടാനുള്ള കരുത്തും പ്രാപ്തിയും കേരളത്തിൽ UDF സമരങ്ങൾ ഏറ്റെടുക്കുന്നു, പാളുന്നു. നിയമസഭക്കകത്ത് പോലും സമരം നടത്താൻ സാധിക്കുന്നില്ല. ഇവർ ഉന്നയിച്ച ഏത് വിഷയമാണ് ക്രെഡിബിൾ ആയിട്ട്? തിരുവഞ്ചൂർ, ഞാൻ ജേക്കബ് ജോർജിലേക്കും ശ്രീ സജീവനിലേക്കും പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ, ഷംസീർ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി തന്നെ ചോദിച്ചു, ഒരു മാധ്യമ വാർത്തയെ ആധാരമാക്കിയാണ് ഒരു സർക്കാരിനെ കൈകാര്യം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നത്. ഇന്ന് ഈ വിഷയത്തിലടക്കം ഇതൊന്നും സർക്കാരിനെയോ ഭരണമുന്നണിയോ ഒരു തരത്തിലും അലോസരപ്പെടുത്തുന്നില്ല. ഇതൊരു തൽക്കാലത്തേക്ക് പറയാവുന്ന ചില ആക്ഷേപങ്ങൾക്കപ്പുറത്തേക്ക് ലൈഫില്ലാത്ത, ആയുസില്ലാത്ത ആക്ഷേപങ്ങൾ മാത്രമാണെന്നാണ് ഭരണപക്ഷത്തിന്റെ വിശ്വാസം. ഇങ്ങനെ പലവിധ ആക്ഷേപങ്ങൾ വരുമ്പോഴാണ് ഒരു പ്രതിരൂപം ഉണ്ടാകുന്നത്, ഒരു പ്രതിബിംബം രൂപപ്പെടുന്നത്. അങ്ങനെയാണ് എല്ലാ ദിവസവും ഓരോ ആക്ഷേപം വരികയല്ലേ. ഒന്ന് തന്നെ അപ്പുറത്ത് മറ്റൊന്നാണ്. ഇതൊന്നും ഞങ്ങളുടെ സംഭാവനയല്ല, ഇത് ഞങ്ങളായിട്ട് കണ്ടെത്തിയതല്ല എന്ന് ശ്രീ ഷംസീർ പറഞ്ഞത് ഞാനതിനെ അംഗീകരിക്കുകയാണ്. കാരണം നമ്മുടെ ഒരു കൊച്ചനിയനല്ലേ, ഞാനത് പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്കിത് കൊണ്ട തരികല്ലേ. ഞങ്ങളുടെ കയ്യിലേക്ക് ഇതെല്ലാം കൈക്കുമ്പിളിൽ വെച്ച് തരുന്നത് ഒന്നുകിൽ നിങ്ങളോ നിങ്ങളുടെ കൂടെയുള്ള ആളുകളോ പോലീസോ മുന്നണിയിൽപ്പെട്ടവരോ സീനിയർ നേതാക്കന്മാരുമാണ്. അങ്ങനെ തരുന്ന കാര്യത്തെ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്ന് എതിർക്കുന്നത്? എന്തിനാണ്? അപ്പോൾ അതിൻ്റെ സോഴ്സിൽ തന്നെ എതിർക്കുന്നതിന് വേണ്ടി കഴിയണം. അത് കഴിയുന്നില്ല. ഞാൻ പിന്നെ മുന്നണികളുടെ ശക്തിയും ബലാബലത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതവിടെ നിൽക്കട്ടെ. അത് നമുക്ക് ബലാബലം തെളിയിക്കേണ്ട ഒരു സന്ദർഭം എത്തുമ്പോൾ മലപ്പുറത്ത് തെളിഞ്ഞു, ബാക്കിയുള്ളത്തും തെളിയും. അത് ആ സന്ദർഭത്തിൽ അതിൻ്റെതായ രൂപത്തിൽ പോവട്ടെ. ഇവിടെ നമ്മളുടെ പ്രധാനപ്പെട്ട പ്രശ്നം, എന്തിനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കൊണ്ട് ഈ രൂപത്തിലൊരു വർത്തമാനം പറയിപ്പിച്ചത്? ജഡ്ജ് പണിയായുധം എന്ന് പറഞ്ഞാൽ എന്ത് പണിയാനാ? മറ്റൊരുത്തന്റെ ലൈഫിനെതിരായിട്ടുള്ള പണിയാനാണോ? അതാണ് ഈ പണിയായുധം എന്ന് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ശബ്ദധാരാവലിക്കകത്ത് പണിയായുധം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് വേറൊരു ഉപയോഗത്തിന് വേണ്ടിയുള്ളതെന്നാണ്. ഇത് കോളേജിലാണ് സംഭരിക്കുന്നത്. ഞാൻ മഹാരാജാസ് കോളേജിൽ മാത്രമല്ലല്ലോ, എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ടല്ലോ. നമ്മളിരിക്കുന്ന ഈ സ്ഥലത്തിന്റെ തൊട്ടപ്പുറത്ത് യൂണിവേഴ്സിറ്റി കോളേജ്, അവിടെ റെയ്ഡ് നടത്തി കഴിഞ്ഞപ്പോൾ ആ യൂണിവേഴ്സിറ്റി കോളേജിനകത്തുനിന്ന് കിട്ടിയ മാരകായുധങ്ങൾ ഒരു ലോറിക്കകത്ത് കയറ്റാനുണ്ടായിരുന്നു. ഷംസീർ ഓർക്കുമെന്ന് എനിക്കറിയില്ല. ഭംഗ്യന്തരേണ എന്നെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇത് ഓർമ്മിപ്പിക്കാൻ കാരണം. ഇവിടെ സെക്രട്ടേറിയറ്റ് വളഞ്ഞ് മുഴുവൻ ആളുകളെയും സ്തംഭിപ്പിക്കും എന്ന് പറഞ്ഞ് ഒരു സമരം നടത്തിയതിന്റെ ആ സമരത്തിന്റെ ഒരു കാലഘട്ടത്തിൽ ഇവിടെ സെൻട്രൽ റിസർവ് പോലീസ് വന്ന് നമ്മുടെ ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജ് നോക്കിയപ്പോൾ ആ യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് നിന്ന് കിട്ടിയ ആയുധങ്ങളുടെ ലിസ്റ്റ് അവരുടെ കയ്യിലുണ്ടാകും. അപ്പൊ ഞാൻ പറയുന്നത് നമുക്കിതൊന്നും വേണ്ടല്ലോ. നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങൾ നടത്തിക്കൊള്ളൂ. ഓർമ്മിപ്പിച്ചതുകൊണ്ടാണ്. അതും ഈ പണിയായുധങ്ങളായിരുന്നോ
കിട്ടിയത്? അന്നും കിട്ടിയത് ഈ പണിയായുധങ്ങളായിരുന്നോ? അത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. ഞാൻ പറഞ്ഞത് എന്ത് പണിക്കുള്ളതാണെന്നുള്ളതാണ്. ആയുധം എന്തും പണിക്കുള്ളതാണ്. അത് മറ്റൊരുത്തന്റെ ലൈഫിനെതിരെയുള്ള പണിക്കുള്ളതാണെന്നുണ്ടെങ്കിൽ അത് ആ രൂപത്തിലൊരു പണിയായുധം എന്ന് പറയാം. അതുകൊണ്ട് ആ രൂപത്തിൽ നമുക്ക് അതിനെ എടുക്കരുത്. ഞാൻ പറയുന്നത് ഇതിന്റെ ഒക്കെ അർത്ഥം എന്താ? കോളേജിനകത്തെ അക്രമം അവസാനിപ്പിക്കണം, ഗുണ്ടായിസ ഇല്ലാതാക്കണം. അതിനുവേണ്ടിയുള്ള നടപടിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കാര്യങ്ങൾ അവിടെ നിന്ന് പോയി മുഖ്യമന്ത്രിക്ക് നേരെ അവകാശം ഉന്നയിക്കുന്ന വിധത്തിലാണ് ഷംസീർ. അതിന് വളരെ കൗതുകകരമായ വിശദീകരണം തിരുവഞ്ചൂരിൽ നിന്ന് വന്നെത്തി നിൽക്കുന്നു. പണിയായുധം എന്നത് മറ്റൊരാളുടെ ജീവിതം അവസാനിപ്പിക്കുന്ന പണിക്ക് വേണ്ടിയുള്ള ആയുധം എന്ന മട്ടിലാണോ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞ ആ പണിയായുധം എന്ന ചോദ്യം വരെ എത്തി നിൽക്കുകയാണ് കാര്യം. അല്ല, അങ്ങനെ പറയുമ്പോൾ തിരുവഞ്ചൂർ ബാക്ക് ഫയൽ പറഞ്ഞുകൊണ്ട് കുറച്ച് ബാക്ക് ഫയൽ എനിക്കും പറയേണ്ടി വരും. കാരണം ഞാനൊക്കെ പൊതുരംഗത്തേക്ക് വന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SFI. താറടിക്കാൻ ഒരു ശക്തി ഞങ്ങൾ അനുവദിക്കില്ല. ഒരു കാര്യം പറയാം, തിരുവഞ്ചൂരിന്റെ ഒക്കെ കാലത്ത് എത്ര വിദ്യാർത്ഥി പ്രവർത്തകർ, ഞങ്ങൾ ഏതായാലും ഒരാളെയും കൊന്നിട്ടില്ല. SFI നെഞ്ചത്ത് കൈവച്ച് ഞങ്ങൾക്ക് പറയാൻ പറ്റും. നിങ്ങൾ നമ്മുടെ നിയമസഭക്കകത്തുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G. സുധാകരന്റെ സഹോദരൻ G. ഭുവനേശ്വറിനെ കൊന്നവരാ നിങ്ങൾ. KR തോമസിനെ കൊന്നവരാ നിങ്ങൾ. MS പ്രസാദിനെ കൊന്നവരാ നിങ്ങൾ. നൂപുര ധ്വനികൾ ഉയരുന്ന കലോത്സവ വേദിയിൽ, ഇന്റർസോൺ കലോത്സവ വേദിയിൽ കൊച്ചനിനെ കുത്തിമലർത്തിയ പാർട്ടിയാണ് തിരുവഞ്ചൂരിന്റെ സംഘടന. അപ്പൊ കേരളത്തിലെ ക്യാമ്പസുകളെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ, ബോംബ് രാഷ്ട്രീയത്തിന്റെ, കടാര രാഷ്ട്രീയത്തിന്റെ കേന്ദ്രമാക്കി മാറ്റിയ പാർട്ടി തിരുവഞ്ചൂരിന്റെ പാർട്ടിയാ. ഞങ്ങൾ ഞാൻ പറയാം, നിങ്ങൾ ഒരു കാര്യം ഞാൻ പറയണം, ഞങ്ങൾ ആയുധം കൊണ്ട് ഏതെങ്കിലും എതിർ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവരല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഏറ്റവും ആദ്യം ഇല്ലാണ്ടവർ ഞങ്ങളായിരുന്നു. ഇവിടെ ഇല്ലാണ്ടായത് KSU അല്ലേ? ഞങ്ങളെ ഇല്ലാതാക്കാൻ നോക്കിയ KSU ആണ് കേരളത്തിൽ ഇല്ലാതായത്. പിന്നെ തിരുവഞ്ചൂരിനെ പോലെ ഇത്രമാത്രം കേരളത്തിൽ CPM ആക്രമിച്ചൊരു ആഭ്യന്തരമന്ത്രി ഉണ്ടായിട്ടില്ല. എത്ര കേസ്, എത്ര ആളുകളെ പിടിച്ചുകൊണ്ടുപോയത്. ഞങ്ങൾക്ക് വല്ല പോറൽ വെച്ചോ? സത്യം വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നവരാ ഞങ്ങൾ. ഇപ്പൊ അന്വേഷണം നടക്കട്ടെ. യൂത്ത് കോൺഗ്രസിന്റെ ഉൾപ്പെടെ അതിനെക്കുറിച്ച് മൗനം പാലിക്കുക. ഈ തിരുവഞ്ചൂർ ഇപ്പോൾ അക്രമ രാഷ്ട്രീയത്തിനെതിരാണെങ്കിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിനകത്ത് കോട്ടയം മെഡിക്കൽ അദ്ദേഹത്തിന്റെ മണ്ഡലം തൊട്ടടുത്താണ് മനസ്സിലാക്കുന്നത്. അവിടെ SFIയുടെ ജില്ലാ സെക്രട്ടറിയും ഒരു ദളിത് വിദ്യാർത്ഥിയെ, വികലാംഗനായ വിദ്യാർത്ഥിയെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചപ്പോ സമാധാനത്തിന്റെ വക്താവായിരുന്നു അദ്ദേഹമെങ്കിൽ അവരെയും പോയി കാണണ്ടേ? കണ്ടില്ലല്ലോ. ഞാൻ നിയമസഭയ്ക്ക് സബ്മിഷൻ ഉന്നയിച്ചതാ. അപ്പൊ തൊട്ട് പരിക്ക് പറ്റി കിടക്കുന്ന SFI നേതാവിന് യൂത്ത് കോൺഗ്രസ് കൊട്ടേഷൻ സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ച് കൈവെട്ടിയെടുത്തപ്പോ, വികലാംഗനായ ഒരു വിദ്യാർത്ഥി നേതാവിന്റെ കൈവെട്ടിയെടുത്തപ്പോ തൊട്ടടുത്ത മെഡിക്കൽ കോളേജ് വാർഡിനകത്ത് കാണാൻ വന്നപ്പോ ഈ SFIക്കാരനെ കാണാതെ പോയാളല്ലേ നിങ്ങൾ? അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ചും കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ചും ഈ ചരിത്രം അങ്ങോട്ട് പറഞ്ഞ ഒരുപാട് പറയേണ്ടി വരും. ആവർത്തനമായി മാറുകയും ചെയ്യും. നമുക്ക് മുമ്പ് സൂചിപ്പിച്ചോലെ ഇതിൽ നിന്ന് സഭയുടെ നടത്തിപ്പിലെ രാഷ്ട്രീയത്തിലേക്ക് തന്നെ മടങ്ങി വരാം. ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ ഇന്നുണ്ടായത് ഈ അവകാശ ലംഘനം നോട്ടീസ് മുഖ്യമന്ത്രിക്ക് എതിരെ നൽകുന്ന നിലയിൽ പ്രതിപക്ഷം എത്തി നിൽക്കുന്നു. ഇതിന് 2 ദിവസം മുമ്പാണ് സെൻകുമാർ കേസിൽ തന്നെ കോടതി നടപടിയെ വിശദീകരിച്ച ഘട്ടത്തിൽ വലിയ വാർത്തയായി മാറിയത്. കോടതി ചെലവ് സഹിതം ഹർജി തള്ളി എന്നത് മുഖ്യമന്ത്രി വിശദീകരിച്ച് നമ്മൾ കണ്ടതാണ്. സംഭാവന എന്ന മട്ടിലാണ്, ലീഗൽ സർവീസിലേക്ക് സംഭാവന എന്ന മട്ടിൽ അദ്ദേഹം അത് വിശദീകരിച്ചു. അതേസമയം തന്നെ മാപ്പ് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അതേ ദിവസം തന്നെ ചീഫ് സെക്രട്ടറി മാപ്പപേക്ഷ നൽകിയതുമായി ബന്ധപ്പെട്ട വാർത്തയും വരുന്നു. ഈ വിധത്തിൽ തെറ്റിദ്ധരിപ്പിക്കലും വിശദീകരണത്തിൽ വരുന്ന വൈരുദ്ധ്യങ്ങളും ഒക്കെ ആ ഭാഗത്ത് വരുമ്പോൾ അവകാശ ലംഘനം അടക്കം ഉന്നയിച്ച് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നു. സഭയിൽ കാണുന്നത് എന്താണ് യഥാർത്ഥത്തിൽ? ശരിക്കും പ്രതിപക്ഷം അങ്ങനെ ആയിരിക്കണമല്ലോ. എനിക്കൊരു കൗതുകം തോന്നുന്നത്, ഷംസീർ ആദ്യം പറഞ്ഞുവല്ലോ, ഞങ്ങൾ 11 മാസം മാത്രം നിയമസഭയിൽ പ്രവർത്തിച്ച് എന്റെ പക്വത PT തോമസിനും VD സതീശനും ഒന്നും ഇല്ലല്ലോ എന്ന്. പ്രതിപക്ഷത്തിന് അങ്ങനെ പക്വത ആവശ്യമില്ല. പ്രതിപക്ഷത്ത് ഷംസീർ ഇരിക്കുമ്പോൾ ഇത്രയും പക്വത കാണിക്കത്തില്ല. അങ്ങനെ നാളെ പക്വത കാണിക്കേണ്ട കാര്യമില്ല. ഷംസീർ നാളെ പക്വത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ കാര്യം തന്നെയാണ്, നമുക്ക് വാഴ്ത്തപ്പെടേണ്ടതാണ്. പ്രതിപക്ഷത്ത് അങ്ങനെ പക്വത കാണിച്ചില്ല. ഇടതുപക്ഷം പ്രതിപക്ഷത്തായിരുന്നപ്പോൾ എവിടെയാ പക്വത കാണിച്ചിട്ടുള്ളത്? മാണിക്കെതിരെയുള്ള ആക്രമണം നമ്മൾ കണ്ടതല്ലേ? മാണിക്ക് മാണി ബജറ്റ് 13ാമത്തെ ബജറ്റ് അവതരിപ്പിക്കാൻ വന്നപ്പോൾ എന്ത് പക്വതയായ പ്രതിപക്ഷം കാണിച്ചത്? അത് അതിന്റെ പേര് പക്വത എന്നാണോ? അങ്ങനെ കാണിച്ചതിനെ ഞാൻ വിമർശിക്കുകയല്ല. പക്ഷേ അങ്ങനത്തെ പക്വത പ്രതിപക്ഷം കാണിക്കേണ്ടതല്ല. എന്റെ കണക്കനുസരിച്ചും എന്റെ അഭിപ്രായമനുസരിച്ചും ഇപ്പോഴത്തെ പ്രതിപക്ഷം അത്ര പോരാന്നാ. പ്രതിപക്ഷം പോരാ. ഇപ്പൊ നമ്മള് പക്ഷെ പ്രതിപക്ഷത്തിന്റെ ഒരു തന്ത്രം എന്താണ്? ഈ ഒരു സഭാ കാലയളവ് പരിശോധിച്ചാൽ ഒരുപാട് വിഷയങ്ങൾ വന്നല്ലോ. പ്രതിപക്ഷം എടുക്കുന്ന ഒരു തന്ത്രം എന്താണ്? ആ പ്രതിപക്ഷ തന്ത്രം എന്നത് മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുള്ളതാണ്. അതാന്നു അത് ഒന്ന് നമ്മള് നിയമസഭയിലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ CH ചിദംബരം, PK വാസുദേവൻ നായർ, അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ K കരുണാകരൻ, പിന്നീട് നായനാർ, VS അച്യുതാനന്ദൻ കാലം നമുക്ക് തൊട്ടു മുമ്പുള്ളതാണല്ലോ.
ഉമ്മൻചാണ്ടി. അത് VS അച്യുതാനന്ദന്റെ കാലത്ത് ആക്രമണം VS അച്യുതാനന്ദന് നേരെ വന്നതേയില്ല പ്രതിപക്ഷത്തിന്റെ. അത് മന്ത്രിമാർക്കെതിരെയായിരുന്നു. അപ്പോൾ ലോട്ടറി ആ വിവാദം വന്നു. അപ്പൊ ഐസക്കിന് നേരെ, പ്രേമേന്ദ്രന് നേരെ, ശ്രീമതി ടീച്ചർക്ക് നേരെ, വ്യക്തികളായ മന്ത്രിമാർക്കെതിരെയായിരുന്നു അന്നത്തെ പ്രതിപക്ഷത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ബേബിക്കെതിരെ അകത്തും പുറത്തും ആക്രമണം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രി, അപ്പൊ മുഖ്യമന്ത്രി എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി ഒരു കരുത്തൻ വിവാദ നായകൻ, കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെ അറ്റാക്ക് ചെയ്യുന്ന, വളരെ ശക്തമായിട്ട് ആക്രമണത്തിനെ തിരിച്ചു വെച്ചിരിക്കുന്ന, ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു നേതാവ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ലാഭകരം, പൊതുജന മധ്യത്തിൽ ഗുണകരം പിണറായി വിജയനെ ആക്രമിക്കുക തന്നെയാണ്. ഞാൻ എടുത്തൊരു തെറ്റും കാണുന്നില്ല. ആക്രമിക്കണം, അങ്ങനെ പ്രതിപക്ഷത്തിന്റെ ചുമതലയാണത് എന്നാണ് ഞാൻ. ശ്രീ സജീവൻ, ഇന്നിപ്പോൾ അവകാശ ലംഘനമാണ് ഇന്ന് സംഭവിച്ചത്. അവിടെ നിന്ന് പിന്നിലേക്കുള്ള ഒരു അന്വേഷണമാണ് യഥാർത്ഥത്തിൽ ഈ ചർച്ചയിൽ സംഭവിക്കുന്നത്. ഇതിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും എന്ന നിലയിൽ സഭയിൽ കാണുന്ന ഒരു രാഷ്ട്രീയം, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ പ്രാഥമികമായി സജീവൻ വിലയിരുത്തുന്നത് എങ്ങനെയാവും സഭയിൽ കാണുന്നത് വെച്ച് നോക്കിയാൽ? നേരത്തെ ജേക്കബ് ജോർജ് പറഞ്ഞ പോലെ പ്രതിപക്ഷത്തിന്റെ കർത്തവ്യം നിർവഹിക്കുന്നു. ഇപ്പൊ നേരത്തെ മുഖ്യമന്ത്രിയുടെ കാര്യം തന്നെ പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞതിൽ ഞാൻ തെറ്റ് കാണുന്നില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം സാങ്കേതികമായിട്ട് ശരിയാണ്. വാർക്ക കമ്പിയുടെ കഷ്ണം അതിലുണ്ട്. ഇത് പക്ഷേ വാർക്ക കമ്പി അതിലുള്ളതോ അല്ലെങ്കിൽ മറ്റു പണിയായുധങ്ങളുള്ളതോ ഒക്കെ അവിടെ മഹാരാജാസ് കോളേജിൽ ഒരു വാർക്കപ്പണിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് മുഖ്യമന്ത്രി വിശ്വസിക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അത് ആയുധം ആരെയെങ്കിലും ആക്രമിക്കാൻ വേണ്ടിയല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി നടത്തിയ ഒരു പരാമർശമാണ്. അത് നിസ്വാർത്ഥം ഒരു താല്പര്യമില്ലാതെ വളരെ സത്യസന്ധമായി പറഞ്ഞതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. രാഷ്ട്രീയം തന്നെയാണ് അതിന് പിന്നിലുള്ളത്. ഇത് നിയമസഭയിൽ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഏതൊരു ഭരണപക്ഷവും ചെയ്യുന്ന, ഏതൊരു മുഖ്യമന്ത്രിയും ചെയ്യുന്ന കാര്യമാണ്. ഇങ്ങനെയൊക്കെ പിടിക്കുമ്പോൾ ഇത് SFIക്കാർ കുറെ ആയുധങ്ങളുടെ മഹാരാജാസ് കോളേജിലെ അധ്യാപകരുടെ ഹോസ്റ്റലിൽ കുറച്ചു കാലം താമസിക്കാൻ വിദ്യാർത്ഥികൾക്ക് കൊടുത്ത ആ സ്ഥലത്ത് കൊണ്ട് സൂക്ഷിച്ചു വെച്ചു. ഇത് അക്രമത്തിന് വേണ്ടിയാണ് എന്ന് പിണറായി വിജയനല്ല, ഉമ്മൻചാണ്ടിയല്ല, ആര് മുഖ്യമന്ത്രി ആകുമ്പോൾ പറഞ്ഞാലും അത് സ്വന്തം കാലിലേക്ക് മഴ വീഴ്ത്തുന്നതിന് തുല്യമാകും. അതുകൊണ്ട് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞു. അതിന്റെ അർത്ഥം പോലീസ് അതനുസരിച്ചുകൊണ്ട് ഇത് വാർക്കപ്പണിക്ക് കൊണ്ടുവന്ന ആയുധമാണ്, വാർക്കപ്പണിക്ക് കൊണ്ടുവന്നിട്ടുള്ള പണിസാധനങ്ങളാണ് എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് കേസ് കൊണ്ടുപോകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം പോലീസ് പോയെടുത്തുള്ള കേസ് തന്നെയാണ്. പോലീസ് കേസെടുത്തിട്ടുള്ളത് വാർക്കപ്പണിക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഹോസ്റ്റലിൽ വെച്ച് കണ്ടുകിട്ടി എന്നുള്ളതല്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇപ്പൊ ഷംസീറൂടെ പറഞ്ഞു. ഷംസീർ പറഞ്ഞ കാര്യം അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനും വേണ്ടിയിട്ടാണ്. അവരാരും സമ്മതിക്കില്ല. അതേ സമയത്ത് പ്രതിപക്ഷം അതിരൂക്ഷമായിട്ട് ഇതിൽ ഇടപെടണം. അവർ ശക്തമായിട്ട് പറയും. നമുക്ക് സത്യം, ഇതിന് പിന്നിലെ സത്യം എന്താണ്? സത്യത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് മഹാരാജാസ് കോളേജിലെ അധ്യാപകരുടെ ഹോസ്റ്റൽ മുറിയിൽ വിദ്യാർത്ഥികൾ കുറച്ചു കാലം താമസിച്ച സ്ഥലത്ത് കുറച്ച് ഇത്തരത്തിലുള്ള ആയുധങ്ങൾ കടലാസിൽ പൊതിഞ്ഞ രൂപത്തിൽ കണ്ടുകിട്ടി. ഇത് പോലീസ് ഇപ്പോൾ പ്രിൻസിപ്പൽ ഇൻഫോം ചെയ്തു. പോലീസ് അത് പിടിച്ചെടുത്തു. ഇതൊരു ക്രിമിനൽ കേസായിട്ട് ഇതൊരു ക്രൈം രജിസ്റ്റർ ചെയ്തുകൊണ്ട് പോലീസ് അന്വേഷണം നടത്തി വരുന്നുണ്ട്. ഇതാണ് യാഥാർത്ഥ്യം. നിയമസഭയിൽ ഈ യാഥാർത്ഥ്യങ്ങളൊന്നും ഭരണപക്ഷമോ പ്രതിപക്ഷമോ പറയില്ല. അതൊരു രാഷ്ട്രീയ ആയുധമായിട്ട് അവരുപയോഗിക്കും. ഇത്തരം പ്രശ്നങ്ങൾ രാഷ്ട്രീയ ആയുധമായി പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുക എല്ലാ സഭകളിലും സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അങ്ങനെ കാണുമ്പോൾ ഈ സഭയിലെ വളരെ പ്രത്യേകത പ്രതിപക്ഷം കേന്ദ്രീകരിക്കുന്നത് മുഴുവൻ മുഖ്യമന്ത്രിയിലേക്ക് എന്ന നിലയ്ക്കാണോ? ഇപ്പോൾ ഈ കേസിലടക്കം ഞാൻ അതിന്റെ വിശദാംശത്തിന്റെ ഒരു ചർച്ചയിലേക്ക് മാത്രമല്ല, ഒരു പൊതുവായ നിലപാടിന്റെ കാര്യം ചോദിച്ചാൽ സഭയിലെ പ്രതിപക്ഷ സമീപനം പൊതുവായി മുഖ്യമന്ത്രിയിലേക്ക് കാര്യങ്ങളെ കേന്ദ്രീകരിക്കുക, മുഖ്യമന്ത്രിയെ അങ്ങനെ ഒരു വിവാദ ചുഴിയിൽ ഉറപ്പിക്കാൻ തക്കവണ്ണം കാര്യങ്ങളെ കൊണ്ടുപോവുക, മുഖ്യമന്ത്രിയെ ആക്രമിക്കുക, അതിന് കൃത്യമായ പ്രയോഗങ്ങളും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഏത് വിഷയത്തിലും ആവർത്തിക്കുന്ന വിധത്തിൽ വരികയും ചെയ്യുന്നു. ഒന്ന്, ദുരഭിമാനം, മുഖ്യമന്ത്രിയുടെ ദുരഭിമാനം, മുഖ്യമന്ത്രിയുടെ ദുർവാശി. ഈ വിധത്തിൽ വിഷയങ്ങൾ മാറി മറിയുമ്പോഴും ഇത്തരം ചില ബിംബങ്ങളിലൂടെ മുഖ്യമന്ത്രിക്ക് നേരെ കാര്യങ്ങളെ കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു ശൈലിയാണോ പ്രതിപക്ഷത്തിന് സഭയിലുള്ളത്? ഇവിടെ ശരത്, അതിന് പ്രധാനപ്പെട്ട 3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഭരണത്തലവൻ മുഖ്യമന്ത്രിയാണ്. സ്വാഭാവികമായിട്ട് ആ മുഖ്യമന്ത്രി വിമർശനത്തിന് അതീതനല്ല.
രണ്ട്, ഏത് കാലത്തും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആൾ കോൺട്രവേഴ്സ്യൽ ആകാറുണ്ട്. ഈ കാലഘട്ടത്തിൽ കുറച്ചുകൂടി ആകാറുണ്ട്. എൻ്റെ സ്നേഹിതൻ ഒരു ഷംസീർ തന്നെ എന്നെക്കുറിച്ച് തന്നെ ഇപ്പോൾ ഒരു ചെറിയ ആക്ഷേപം പറഞ്ഞല്ലോ, മാർക്സിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ ഞാൻ പോയി. ഈ മൂട സ്വർഗത്തിൽ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടി അങ്ങനെ വിചാരിച്ച കേരളത്തിലെ 54,000 പോലീസുകാർ തീരുമാനിച്ചാൽ തകരുന്നതാണോ മാർക്സിസ്റ്റ് പാർട്ടി? അല്ല. അതിനകത്തുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾക്ക് വല്ലതും പറ്റിയിട്ടുണ്ടാകുക, അവരുടേതായ മാർഗം നോക്കിയോട്ടെ. അതല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയെ തകർക്കാൻ ആർക്കെങ്കിലും കഴിയോ? അപ്പോൾ ഇവിടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ അത് എന്നും കോൺട്രവേഴ്സ്യലാകാറുണ്ട്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വർഷം മുഖ്യമന്ത്രി വളരെ കൂടുതൽ കർക്കശമായ നിലപാട് ചില കാര്യങ്ങളിൽ എടുക്കുന്ന ഒരാളാണ്. ചില കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് യോജിക്കുന്ന ആളാണ്. എനിക്കത് പരസ്യമായി പറയാനൊരു മടിയില്ല. പക്ഷേ ചില കാർക്കശ്യങ്ങൾ എടുത്തു വരുമ്പോൾ ആവശ്യമില്ലാത്ത ചില ഡിഫൻസിലോട്ട് അദ്ദേഹം പോവുകയാണ്. ആ ഡിഫൻസിൽ പോകുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അദ്ദേഹമുണ്ട്. നാലാമത്തെ കാര്യം ഞാൻ പറയാനിരുന്നതല്ല, മറ്റ് സഹപ്രവർത്തകർ പലരും അദ്ദേഹത്തെ സഹായിക്കാനില്ല എന്നുള്ള നിസ്സഹായാവസ്ഥയുണ്ട്. മുന്നണിക്കകത്തും അതേ പൊസിഷൻ തന്നെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഗവൺമെന്റിനെയും മുന്നണിയെയും മുഖ്യമന്ത്രിയെയും ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കേണ്ട ആളുകളുടെ ദൗർബല്യം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ നയത്തിന്റെ കൂടുതൽ കൊണ്ടോ അവരുടെ റോള് അവരെടുക്കാതെ അവരെ പുറകോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയിൽ തന്നെയായി വരും. ഇവിടെ ഈ മന്ത്രിസഭയ്ക്കുള്ളൊരു പ്രത്യേകത, ഒരു സ്റ്റാൾവാർട്ടായ മുഖ്യമന്ത്രിയും അത്രയും കൂടുതൽ അദ്ദേഹത്തെ സഹായിക്കാത്ത മന്ത്രിമാരുടെയും ഒരു പരമ്പരയാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഭരണത്തലവൻ ശ്രീ തിരുവഞ്ചൂർ വളരെ പ്രധാനപ്പെട്ട കേട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട നിലയിൽ അദ്ദേഹം ഒരു ചർച്ചയിൽ അത് തുറന്നു പറയാൻ യാതൊരു മടിയും കാണിച്ചില്ല. നിലവിലെ സാഹചര്യങ്ങളിൽ മുഖ്യമന്ത്രിയെ ഉന്നം വെക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായി ചെയ്യേണ്ടതായി വരും. അതിന്റെ സാഹചര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. ഒരു കാര്യം വ്യക്തം, മന്ത്രിമാരെ വിട്ട് മുഖ്യമന്ത്രിയെ പിടിക്കുക എന്ന പ്രതിപക്ഷ ശൈലി കേരളത്തിന്റെ നിയമസഭയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച ഒരു വിമർശനം ഗൗരവതരമാണ്. എവിടെയാണ് ഭരണമുന്നണി സമയത്ത് പ്രതിരോധം തീർക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും എഴുന്നേറ്റ് നിൽക്കുന്ന വിധത്തിൽ പലപ്പോഴും സഭയിൽ ഉണ്ടാവുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാത്തൊരു ഭരണപക്ഷത്തെ ഇത്തവണ സഭയ്ക്കകത്തുണ്ടാവുന്നുണ്ടോ? വൈകി മാത്രം പ്രതിഷേധിക്കുക. ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പലതും എടുത്തു തന്നെ പറയാം. അതാണ് നേരത്തെ തിരുവഞ്ചൂരും സൂചിപ്പിച്ചത്. വേണ്ട പിന്തുണ ഭരണമുന്നണിയിൽ നിന്നടക്കം സമയങ്ങളിൽ കിട്ടുന്നില്ല. അതും ഒരു മേന്മയായി പ്രതിപക്ഷം ഏറ്റെടുക്കുന്നു. അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഘടകമാണ് ഷംസീർ. പ്രതിപക്ഷത്തിന് എന്തെങ്കിലും ആത്മവിശ്വാസം എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളിപ്പം കുറച്ചു കാലമായി ഇതൊക്കെ നിരീക്ഷിക്കുന്ന ഒരാളാണല്ലോ. സഭക്കകത്ത് പുതിയ ഒരാളാണെങ്കിലും പൊതുവിൽ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഒരാളാണല്ലോ. യഥാർത്ഥത്തിൽ പ്രതിപക്ഷമാണ് ദുർബലം. പ്രതിപക്ഷത്തിന് എത്രയോ നേതാക്കന്മാര്. ഇപ്പൊ നമുക്കൊരു ഞാൻ ഉദ്ദേശിച്ച ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ ഒരു പോസ്റ്റാണ്. പക്ഷെ ഇവിടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ ഒരുപാട് പ്രതിപക്ഷ നേതാക്കന്മാരുണ്ട്. ഞാൻ പക്വത ഉദ്ദേശിച്ചത് സഭക്ക് അതിപ്പോൾ സ്വാഭാവികമായിട്ട് ഒപ്പോസിഷനിൽ ഇരിക്കുന്ന ആളുകൾ പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ ആ ഒരു ഇതിലല്ല, അർത്ഥത്തിലല്ല ഞാൻ പക്വത എന്ന് പറഞ്ഞത്. പലപ്പോഴും ഇവരുടെ സഭക്കകത്തുള്ള ഇടപെടൽ കാണുമ്പോഴാണ്. ഇപ്പൊ പ്രസംഗിക്കാൻ സമയം കൊടുത്താൽ ആ സമയത്ത് നിർത്താതിരിക്കുക, ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യം ചോദിക്കാതെ അതിന്റെ കീഴിൽ പ്രസംഗിക്കുക, ഇങ്ങനെയൊക്കെ ചില ആളുകൾ ഇപ്പോൾ UDF-നകത്ത് ചില MLA മാരുണ്ട്. അതൊക്കെ ഞാൻ ഉദ്ദേശിച്ചത്. ചോദ്യം എന്ന് പറഞ്ഞാൽ ചോദ്യമാണ്, ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ അവരുടെ പ്രസംഗമില്ല. അങ്ങനെയൊക്കെ ചില വിഷയങ്ങൾ വെച്ചാൽ ഞാൻ സംസാരിച്ചത്, അല്ലാതെ മറ്റു അർത്ഥത്തിലല്ല. ഇവിടെ ഇവർക്ക് ഇപ്പോൾ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കണം ഈ ഗവൺമെന്റ് ദുർബലമാണ്, മുഖ്യമന്ത്രി ഒറ്റക്കാണ്, കൂട്ടുത്തരവാദിത്തമില്ല, ഇവർ എന്തൊക്കെ പ്രമേയങ്ങൾ കൊണ്ടുവന്നു. യഥാർത്ഥത്തിൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഐക്യത്തിലും കെട്ടുറപ്പോടെ സർക്കാർ മുമ്പോട്ട് പോവാണ്. ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടപ്പിലാക്കി ഞാൻ ചോദിച്ചോട്ടെ, ആരെങ്കിലും ചർച്ച ചെയ്തോ? 900 കോടി രൂപയുടെ വിദ്യാഭ്യാസ ലോൺ എഴുതി തള്ളാൻ തീരുമാനിച്ചു. വിദ്യാർത്ഥികളുടെ ലോൺ തള്ളാൻ കാശ് നീക്കിവെച്ചു. ഏറ്റവും ഒടുവിൽ മാൻഹോളിൽ വീണ് മരിച്ച നമ്മുടെ നൌഷാദിന്റെ വൈഫ് സഫ്രീനൊക്കെ ജോലി കൊടുത്തു. ഇങ്ങനെ സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു, മലയാളത്തെ മാതൃഭാഷയാക്കുന്ന ഉത്തരവിറക്കുന്നു. ഇപ്പൊ ഈ മറ്റേ 150 കോടി രൂപ കൺസ്യൂമർ ഫണ്ട് നീക്കി വെക്കുന്നു. ഇങ്ങനെ ഓരോ ബില്ലിനകത്ത് ചർച്ച നടക്കുമ്പോൾ റോഡുകൾ വരുന്നു, പാലങ്ങൾ വരുന്നു. ബില്ലിനകത്ത് അതായത് ഇത് ഇത്രയും കാര്യങ്ങൾ മുങ്ങിപ്പോകുന്നത് നമ്മുടെ ഒരു പൊതു സ്വഭാവമാണ്. കേരളത്തിൽ പലപ്പോഴും കാണുന്നതാണ്. മുഖം മങ്ങിയാൽ യഥാർത്ഥത്തിൽ ഇതുപോലും ആരും ചർച്ച ചെയ്യാതെ വരും. അവിടെയാണ് തിരുവഞ്ചൂർ പറഞ്ഞതുപോലെ പ്രതിപക്ഷം മുഖ്യമന്ത്രിക്ക് നേരെ എല്ലാ പ്രശ്നങ്ങളെയും നീക്കുന്നത്. വേണ്ട പിന്തുണ, പ്രതിരോധം സഭയ്ക്കകത്ത് അതിന്റേതായ രീതിയിൽ ഒരുക്കാൻ ഭരണപക്ഷത്തിന് കഴിയാതെയും വരുന്നു എന്ന് അവർ പോലും തിരിച്ചറിയുന്ന പ്രശ്നം അങ്ങനെയൊന്നുണ്ടോ? ഇതിനകത്തുള്ള പ്രശ്നം ഒരു റിയാലിറ്റി അവർ തിരിച്ചറിഞ്ഞു, കോൺഗ്രസും UDF-ഉം. ഇനി അത്ര പെട്ടെന്നൊന്നും കേരളത്തിലേക്ക് UDF-ന് തിരിച്ചു വരാൻ സാധിക്കുന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. നിങ്ങളൊരു മലപ്പുറത്തെ തെരഞ്ഞെടുപ്പ് കണ്ട് ഇതാണ് കേരളം എന്ന് കാണരുത്. യഥാർത്ഥത്തിൽ മലപ്പുറം തെരഞ്ഞെടുപ്പിലൂടെ ഒരാൾ ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ കാണുന്നുണ്ട്. കേരളത്തിന്റെ UDF-ന്റെ പ്രമുഖ നേതാവ് PK കുഞ്ഞാലിക്കുട്ടിക്കാണ് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. അദ്ദേഹം മനസ്സിലാക്കി ഇനി UDF-ന് കേരളത്തിൽ വരാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് MLA പണിവിട്ട് അദ്ദേഹം പാർലമെന്റിലേക്ക് പോയത്. അല്ലാതെ അദ്ദേഹം ലീഗിന്റെ പേരിൽ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം തിരിച്ചറിഞ്ഞു വേറെ ഇവിടെ MLA ഇരുന്നിട്ട് കാര്യമില്ല, നേരെ ഡൽഹി പോകാം. അതാണ്
ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് മനസ്സിലാക്കിയ മാധ്യമങ്ങളുണ്ട്, നിങ്ങൾക്കും നല്ല പങ്കുണ്ട് ഇതിനകത്ത്. ഞാൻ ചോദിക്കുന്നത് വ്യക്തിയല്ല, ചാനലുകളും ആ നിലയില്ല. നിങ്ങൾ ഗവൺമെന്റ് ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. 30,000-ലേറെ ആളുകൾക്ക് ജോലി കൊടുത്തു വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്കകത്ത്. വിദ്യാഭ്യാസ മേഖലക്കകത്തുണ്ടായ മാറ്റങ്ങൾ, 1000-ഓളം വരുന്ന അന്താരാഷ്ട്ര സ്കൂളുകൾ, റോഡുകൾ, പാലങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, കിഫ്ബി, ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പം സ്വാഭാവികമായും പിണറായി സർക്കാരിന്റെ ഗ്ലാമർ കൂടും, മന്ത്രിമാരുടെ ഗ്ലാമർ കൂടും. അതിന് ഏതെങ്കിലും ചില വിവാദങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ, ഇന്നിപ്പോ നിങ്ങൾ എത്ര ചാനൽ ചർച്ച ചെയ്തു? എത്ര ചാനൽ ചർച്ച ചെയ്യാൻ തയ്യാറായി? ഇപ്പൊ സെൻകുമാർ പറഞ്ഞു എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞല്ലേ സെൻകുമാർ ബഹളം ഉണ്ടാക്കിയ ഈ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ? ഒരു ഉദ്യോഗസ്ഥയെ 2 തവണ സ്ഥലം മാറ്റി 2 ദിവസത്തിനുള്ളിൽ. ഇത് ചെയ്യാൻ പാടുണ്ട് അദ്ദേഹത്തെ പോലത്തെ ഒരാൾ? നിങ്ങൾ എത്ര ഡിബേറ്റ് ചെയ്യുന്നുണ്ട് വിഷയം? ചർച്ച ചെയ്യുന്നില്ല. ഇതന്നെയാണ് പ്രശ്നം. നിങ്ങളുടെ DGP-ക്കെതിരെ ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് മറ്റൊരു സർക്കാരിനെതിരായ ഞാൻ പറഞ്ഞല്ല, നിങ്ങൾ സെൻകുമാറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് LDF-ന് അടിക്കാൻ കിട്ടുന്ന അടി ഉപയോഗിച്ച് അടിക്കുക. അതേസമയം ഈ ഗവൺമെന്റ് ചെയ്ത നേട്ടങ്ങൾ എത്തിക്കാതിരിക്കുക. നിങ്ങൾ LDF-ന് സെൻകുമാറിന് വേണ്ടി വാദിച്ചവരായിരുന്നു കേരളത്തിൽ. എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പറയുന്ന പ്രശ്നം ഗൗരവമായി എടുക്കുമ്പോൾ പോലും മുൻപ് ഉയർന്നു വന്നൊരു പ്രശ്നമുണ്ട്. മുഖം മങ്ങുന്നത് യഥാർത്ഥത്തിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പോലും പരിഗണിക്കാതെ പോകുന്നുണ്ടോ? സഭയ്ക്കകത്ത് തിരുവഞ്ചൂർ തന്നെ ശരിവെച്ച ചില കാര്യങ്ങളുണ്ട്. മുഖ്യമന്ത്രിയെ ഉന്നം വെക്കുന്നു, മന്ത്രിമാരും മുന്നണി നേതാക്കളും കാഴ്ചക്കാരാകുന്നു, വേണ്ട പിന്തുണ കിട്ടുന്നില്ല. യഥാർത്ഥത്തിൽ ഈ സഭയിലും ഈ സർക്കാരിലും ഇപ്പോൾ സഭയ്ക്കകത്ത് സംഭവിക്കുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ നേരത്തെ തിരുവഞ്ചൂർ പറഞ്ഞത് പല കാര്യങ്ങളും ഉണ്ട്. സത്യാവസ്ഥ, വസ്തുതാപരമായ കാര്യങ്ങൾ. കാരണം ഈ മന്ത്രിസഭയിലേക്ക് നോക്കുകയാണെങ്കിൽ മന്ത്രിമാർ, ശരത്തെ രാഷ്ട്രീയക്കാർ, പ്രത്യേകിച്ച് മന്ത്രിമാർ വർത്തമാനം പറയണം, സംസാരിക്കണം. നിങ്ങളുടെ സംസാരമാണ് നിങ്ങളുടെ പ്രതിച്ഛായ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ സംസാരമാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രതിച്ഛായ ഉണ്ടാക്കുന്നത്. ഷംസീർ, നിങ്ങൾ നല്ല കാര്യം ചെയ്താൽ മാത്രം പോരാ, നല്ല കാര്യങ്ങളും വലിയ കാര്യങ്ങളും ചെയ്യണം. ചെയ്തു എന്ന് ജനങ്ങൾക്ക് ബോധ്യമാവണം, ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റ്. അതിന് മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നതിൽ CPM-ന് നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് തെറ്റുപറ്റിയിട്ടുണ്ട്. മാധ്യമങ്ങളെ വിദഗ്ധമായി പ്രഗത്ഭമായി ഉപയോഗിക്കുന്നത് വീഴ്ച പറ്റി. അതുകൊണ്ട് എന്ത് പറ്റി? നല്ല കാര്യങ്ങൾ ഒരു വഴിക്ക് വലിയ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് നെഗറ്റീവ് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഒരു സ്വയം പരിശോധന നടത്തുകയാണ് വേണ്ടത്. ശരി, സഭയ്ക്കകത്തേക്ക് വന്നാൽ ഈ അവസ്ഥ സഭയിൽ പ്രതിഫലിക്കുന്നത് എങ്ങനെയാണ്? ഒരുപാട് കാലം നിയമസഭ റിപ്പോർട്ട് ചെയ്ത ആളല്ല. ഇപ്പോൾ കഴിഞ്ഞ 2 ടേം ഉദാഹരണം വേഗത്തിൽ പറയാവുന്ന VS അച്യുതാനന്ദൻ സർക്കാരിൽ VS അച്യുതാനന്ദൻ ഒപ്പം കോടിയേരി ബാലകൃഷ്ണൻ. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷ നേതാവ് VS, ഉപനേതാവായി കോടിയേരി. ഒരുപാട് വളരെ ചെറിയ ഭൂരിപക്ഷമുള്ള ഒരു സർക്കാർ. ഫ്ലോറിൽ ഒരുപാട് നമ്മൾ മാധ്യമ പ്രവർത്തകർ എപ്പോഴും പറയുന്ന ഒരു ഫ്ലോർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രശ്നം. മറുഭാഗത്ത് പ്രതിപക്ഷത്തിനും ഇതേ അവസ്ഥയുണ്ട്. ഈ സാഹചര്യങ്ങളിൽ തിരുവഞ്ചൂർ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് പ്രതിരോധിക്കേണ്ടി വരുന്ന കാഴ്ച കാണേണ്ടി വരുന്നുണ്ടോ സഭയ്ക്കകത്ത്? അതാണ് ഇപ്പം പിണറായി വിജയൻ മന്ത്രിമാർ കാഴ്ചക്കാരാകുന്നുണ്ട്. അതെ, പിണറായി വിജയനിൽ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് തോളിൽ വെച്ചു കൊടുത്തിട്ട് മന്ത്രിമാരങ്ങ് മാറി നിൽക്കുകയാണ്. തോമസ് ഐസക്കിനെ പോലെയുള്ള സംസാരിക്കാൻ വളരെ ഇഫക്റ്റീവായിട്ട് സംസാരിക്കാൻ ശേഷിയുള്ള ഐസക് വരെ ഇങ്ങനെ മാറി നിൽക്കുകയാണ്, ഒതുങ്ങിക്കൂടി നിൽക്കുകയാണ്. ബാക്കി മന്ത്രിമാരുടെ കാര്യം പറയേണ്ടതില്ല. ഘടകകക്ഷികൾ, ഏത് ഘടകകക്ഷികൾക്കാണ്? ഏത് ഘടകകക്ഷി? കടന്നപ്പള്ളിക്കാണോ മുന്നോട്ട് വന്ന് നിന്ന് ധൈര്യമായിട്ട് 2 വർത്തമാനം പറയാൻ ശേഷിയുള്ളത്? തോമസ് ചാണ്ടിക്കാണോ? മാത്യു ടി തോമസിനാണോ? മാത്യു ടി തോമസ് അല്ലെങ്കിൽ തന്നെ ഒന്നും വിട്ടുകയില്ല. അപ്പം ശരിക്കും പക്ഷേ നേരത്തെ അങ്ങനെയല്ലായിരുന്നു. UDF-ന്റെ കാലത്ത് തലയെടുപ്പുള്ള നേതാക്കന്മാർ ഘടകകക്ഷികളിലും ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസ്, PJ ജോസഫ്. സഭയ്ക്കകത്തൊരു ഒരു ടീം വർക്ക് കാണുന്നില്ലെന്നാണോ പറയുന്നത്? ടീം വർക്ക് എന്നുള്ളതല്ല, ഇവിടെ പ്രതിപക്ഷം അത് കണ്ടു. പ്രതിപക്ഷം എല്ലാ ആക്രമണ മുനയും തിരിച്ചിരിക്കുന്നത് പിണറായി വിജയന് നേരെയാണ്. അതവർക്കറിയാം. ആ തന്ത്രം, ആ കല ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട്. ശ്രീ സജീവൻ, ഈ വിഷയം തിരുവഞ്ചൂർ തന്നെ സമ്മതിച്ചു, ഉന്നം വെക്കുന്നത് മുഖ്യമന്ത്രിയെ. അങ്ങനെ ഒരു ആക്രമണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഭരണപക്ഷം യഥാർത്ഥത്തിൽ കൂട്ടായി, പലപ്പോഴും നമ്മൾ സഭയിൽ കണ്ടിട്ടുള്ളതാണ്, കൂട്ടായി തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകാറുണ്ട്. ഈ സഭയിൽ ഈ സമ്മേളന കാലയളവിലെങ്കിലും എത്രയോ വിഷയങ്ങളാണ്, ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ മഹിജ സമരത്തിന്റെ കാലം, ജിഷ്ണു കേസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സെൻകുമാർ കേസുമായി ബന്ധപ്പെട്ട് വന്ന കാര്യങ്ങൾ, എല്ലാ വിഷയങ്ങളിലും എല്ലാം ഒടുവിൽ ഇപ്പോൾ G. സുധാകരന്റെ വിവാദ പരാമർശവും യഥാർത്ഥത്തിൽ MM മണിയുടെ പ്രസംഗത്തിന്റെ പോരായ്മകൾ ചർച്ച ചെയ്താലും എല്ലാം കേന്ദ്രീകരിക്കപ്പെടുന്നത് മുഖ്യമന്ത്രിയിലേക്കാണ്. പക്ഷെ അതിനെ പ്രതിരോധിക്കുന്ന ഭരണപക്ഷം യഥാർത്ഥത്തിൽ എവിടെയാണ് ഈ പ്രതിപക്ഷത്തിന്റെ വലിയ ആക്രമണത്തെ കൂട്ടായി പ്രതിരോധിക്കാൻ പരാജയപ്പെടുന്നത്? അല്ലെങ്കിൽ പരാജയപ്പെടുന്ന ഒരു പ്രശ്നമുണ്ടോ അക്കാര്യത്തിൽ? തീർച്ചയായിട്ടും ഇവിടെ പ്രതിപക്ഷത്തിന്റെ വിജയമല്ല ഇത്. ഭരണപക്ഷത്ത് തന്നെ വന്നുള്ള വീഴ്ചകളുടെ ഒരു നേട്ടം പ്രതിപക്ഷത്തിന് കിട്ടുന്നു എന്നുള്ളതാണ്. 91 അംഗങ്ങളുള്ള 91 MLA-മാരുള്ള
ഒരു ഭരണമുന്നണിയെ ഒരു തരത്തിലും പ്രതിരോധിച്ച് നിൽക്കാൻ പ്രതിപക്ഷത്തിന് കഴിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? 19 MLA-മാരിലെ CPI മറ്റൊരു പ്രതിപക്ഷമായിട്ടാണ് തുടക്കം മുതൽ. നമ്മുടെ ഈ കഴിഞ്ഞ 2016 മെയ് മാസത്തിൽ LDF സർക്കാർ വന്ന് 6ാമത്തെ ദിവസം മുതൽ തുടങ്ങിയതാണ് CPIയുടെ ഈ പ്രതിരോധവും വിമർശനവും അതിരപ്പള്ളി പദ്ധതിയുടെ പേരിൽ. അന്ന് മുതൽ തുടങ്ങി ഇന്ന് വരെ തുടർച്ചയായിട്ട് ആക്രമിക്കും. ഇന്ന് പോലും കാനം രാജേന്ദ്രന്റെ പല പ്രസ്താവനകളും പ്രതിപക്ഷത്തിന് പടികൊടുക്കുന്ന അല്ലെങ്കിൽ ഭരണപക്ഷത്തിന് അത്യധികം ദോഷമുണ്ടാക്കുന്ന രൂപത്തിലുള്ളതാണ്. അപ്പൊ ഇതാണ് പ്രശ്നം. പ്രതിപക്ഷത്തിന് കിട്ടുന്ന ഒരു ആയുധം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന് ആക്രമിക്കാം. 19 അംഗങ്ങളുള്ള ഒരു രണ്ടാമത്തെ ഘടകകക്ഷി ഒന്നും പ്രതിപക്ഷത്തിനേക്കാൾ വലിയ പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കുന്നു. ബാക്കിയുള്ള ഘടകകക്ഷികൾ എന്ന് പറഞ്ഞ പോലെ ജേക്കബ് ജോർജ് പറഞ്ഞ പോലെ ഒന്നും ഒരു തരത്തിലും പ്രതികരിക്കാൻ കഴിയാത്ത വെറും അംഗങ്ങൾ മാത്രമായിട്ട് ട്രഷറി ബെഞ്ചിൽ ഇരിക്കാൻ മാത്രമുള്ള ആളുകളായിട്ട് മാറിപ്പോകുന്നൊരവസ്ഥയുണ്ടാകുന്നു. ഇപ്പൊ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. സ്വാഭാവികമായിട്ടും ഈ CPM-ലെ മന്ത്രിമാരുടെ കാര്യത്തിൽ CPM മന്ത്രിമാരിൽ തോമസ് ഐസക്കിനെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ ബാക്കി പല ആളുകളും വാ തുറന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണ്. EP ജയരാജന്റെ കേസ്, EP ജയരാജന്റെ മന്ത്രിസ്ഥാനം പോകില്ലായിരുന്നല്ലോ. അദ്ദേഹത്തിന് താങ്കളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഇങ്ങനെ നിയമിക്കപ്പെട്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മറുപടി എൻ്റെ കൂടെ എന്തായിരുന്നു? എൻ്റെ ബന്ധുക്കൾ അങ്ങനെ പല സ്ഥലത്തും ഉണ്ടാകും, അതൊന്നും നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല എന്ന രീതിയിൽ പ്രതികരിച്ചു. അതാണ് പ്രശ്നം. മണിയുടെ കാര്യത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ ഈ ലൈറ്റ് വെക്കുന്ന കാറിന്റെ മുകളിലുള്ള ഈ ഫ്ലാഷ് ലൈറ്റ് വെക്കുന്ന കാര്യത്തിൽ പറഞ്ഞ കാര്യം എന്താണ്? രാത്രിയിൽ സമയം തെറ്റിപ്പോകുമ്പോൾ ഇതുണ്ടാകുന്നൊരു ഒരു സുരക്ഷയാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ മന്ത്രിമാരുടെ സുരക്ഷയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ പല മന്ത്രിമാരും പറയേണ്ട രീതിയിൽ ഇതൊക്കെ മുഖ്യമന്ത്രി പൂർണ്ണമായിട്ട് ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തെ മാത്രം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തെ മാത്രം ലക്ഷ്യമാക്കി കഴിഞ്ഞാൽ ഈ സർക്കാരിനെ പിടിച്ചു കുലുക്കാമെന്ന് പ്രതിപക്ഷത്തിന് അവസരം കിട്ടിയത് ഈ ഭരണമുന്നണിയിലുള്ള ഈ രണ്ടാമത്തെ ഘടകകക്ഷിയുടെ ഈ പ്രതിപക്ഷ റോളിലുള്ളവരുടെ പ്രവർത്തനവും, രണ്ടാമത്തേത് CPM മന്ത്രിമാരുടെ സമയോചിതമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇല്ലായ്മയും ആണെന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ തിരുവഞ്ചൂർ, താങ്കളിലേക്ക് വരുമ്പോൾ തന്നെ 2 വിമർശന സ്വരങ്ങൾ ഇക്കാര്യത്തിൽ വന്നതുകൊണ്ട് ഷംസീർ, ഇപ്പോൾ ഈ 2 മാധ്യമ പ്രവർത്തകരുടെ അഭിപ്രായത്തെ ഒരു പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാടിന്റെ ഒരു തലത്തിൽ നിങ്ങൾ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ പറയുന്നതാണ് ദുരഭിമാനം, ദുർവാശി. അത് 2 മുഖ്യമന്ത്രിയുടെ ഒരു രീതിയായി ഇവർ ആക്ഷേപിക്കുന്നതോടെ ഭരണമുന്നണി ആകെ കാഴ്ചക്കാരായി മാറുകയും എല്ലാം വിശദീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്വത്തിലേക്ക് മുഖ്യമന്ത്രി സ്വയം എത്തപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകുന്നുണ്ടോ? ഇവിടെ EP ജയരാജൻ മന്ത്രിസ്ഥാനം പോയതോടുകൂടി സഭയിലടക്കം മറ്റൊരു തരത്തിൽ നിശബ്ദനാകുന്ന സാഹചര്യം. രാഷ്ട്രീയമായി എന്തെങ്കിലും അല്പം പറയാനും തിരിച്ചു പറയാനും കഴിയുന്ന ഒരാളായി അല്പമെങ്കിലും ഇടപെടുന്ന ഒരാൾ മന്ത്രി G. സുധാകരനാണ്. ബാക്കി മുഴുവൻ മന്ത്രിമാർ ഇവർ പറഞ്ഞതുപോലെ കാഴ്ചക്കാരായി മാറുന്നുണ്ടോ? സഭയ്ക്കകത്തും മുഖ്യമന്ത്രിക്ക് നേരെ ആക്രമണം ഉയരുമ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പം എഴുന്നേറ്റ് പ്രതിരോധിക്കാമോ പ്രതിഷേധിക്കാമോ എന്നുപോലും ശങ്കിച്ചു നിൽക്കുന്ന നിലയിലേക്ക് ഭരണപക്ഷം മാറുന്നതിനെ കുറിച്ചാണ് ഇവർ പറഞ്ഞത്. 1 വർഷം അടുക്കുന്ന ഒരു സർക്കാരിനെ കുറിച്ചുള്ള സഭയിലെ പ്രവർത്തനത്തിന്റെ ഒരു വിലയിരുത്തലായി കണ്ടാൽ പരിശോധിക്കുകയും പരിഹരിക്കപ്പെടേണ്ടതുമാണ്. അല്ലെങ്കിൽ തന്ത്രശാലിയായ തിരുവഞ്ചൂരിനെ പോലെയുള്ള ആളുകൾ പ്രതിപക്ഷത്തിരുന്ന് ഇത്തരം ഉന്നം വെക്കലുകൾ ഇനിയും ചെയ്യും. എനിക്കിതിലൊക്കെ കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ട്. കാരണം നിയമസഭക്കകത്തുള്ള ഒരാൾ ഞാനാണല്ലോ. ഇവരൊക്കെ പുറത്തുനിന്ന് ഇപ്പൊ ഇവർക്ക് ഓരോരുത്തർ മീഡിയാസിനെ സംബന്ധിച്ചിടത്തോളം അവർ കുറെ എന്നെക്കാൾ എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാണ്. സഭക്കകത്ത് ഒരുപാട് റിപ്പോർട്ട് ചെയ്ത ആളുകളാണ്. ഇപ്പോൾ വെബ്കാസ്റ്റിംഗ് ഉള്ളതാണ്. അവിടെ നടക്കുന്ന എല്ലാ പ്രസംഗങ്ങളും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അല്ല, എക്സ്പീരിയൻസ്ഡ് ആളാന്നൊക്കെ തർക്കമൊന്നുമില്ല. ഈ AK ബാലൻ ഇടപെടുന്നില്ലേ? ആരാ ഇടപെടാത്തത്? ആവശ്യമായ ഘട്ടങ്ങളിൽ G. സുധാകരൻ ഇടപെടുന്നില്ലേ? തോമസ് ഐസക് ഇടപെടുന്നില്ല എന്നൊക്കെ പറയപ്പെടുന്നില്ല. ഞാനൊരു ചെറിയ ഉദാഹരണം ഞാൻ ചോദിക്കേണ്ടത് ഒരു വകുപ്പുമായി ബന്ധപ്പെട്ട്, അതായത് ഓൺലൈൻ മീഡിയ വളരെ സജീവമായ ഒരു കാലമാണല്ലോ, അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ സറ്റയർ പ്രോഗ്രാംസും എല്ലാം സജീവമായ ഒരു കാലമാണ്. ഒരു ഘട്ടത്തിൽ ഒരു തവണ മുഖ്യമന്ത്രി വിശദീകരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, ജിഷ്ണു കേസിലാണ്, മുഖ്യമന്ത്രി വിശദീകരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിയമമന്ത്രി എന്ന നിലയിൽ AK ബാലൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അത് ശരിയോ തെറ്റോ എന്നുള്ള വേറൊരു പ്രശ്നം. അപ്പോൾ കുറച്ചധികമായപ്പോഴേക്ക് പ്രതിപക്ഷ നേതാവ് അടക്കം ഇത് ചൂണ്ടിക്കാട്ടി, മുഖ്യമന്ത്രി നിങ്ങൾക്ക് വേണ്ടത് നിയമമന്ത്രി അവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന മട്ടിൽ മുഖ്യമന്ത്രി അതിനോട് അത് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതോടുകൂടി ഞാൻ പറഞ്ഞതാണ്, ഇത്തരത്തിൽ അദ്ദേഹത്തെ സഹായിക്കേണ്ട ഘട്ടങ്ങൾ എങ്ങനെ വേണം, ഏത് രീതിയിലാവണം എന്ന തിരിച്ചറിവും യഥാർത്ഥത്തിൽ ഭരണമുന്നണിക്ക് ഉണ്ടാവേണ്ടതാണ്. അതുണ്ടാകുന്നില്ല എന്ന് തോന്നൽ സഭയിലെ കാര്യങ്ങൾ കാണുന്നവർക്കുണ്ടാകുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്.
അല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം നിങ്ങൾ ഓരോരുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണിത്. കാരണം ഗവൺമെന്റിനകത്ത് പ്രശ്നമുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്ന കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. സർക്കാരിനകത്തുള്ള മന്ത്രിമാരൊക്കെ നല്ല നിലയിൽ തന്നെ കാര്യങ്ങൾ സ്റ്റഡി ചെയ്തുകൊണ്ട് ഗവൺമെന്റ് ഓരോ ഘട്ടത്തിലും ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് ഡിഫെൻഡ്. ഇതിലിപ്പോൾ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു പിണറായി വിരോധം കേരളത്തിൽ UDFനും ചില മീഡിയാസിനും ഉണ്ട്. എത്ര കൊല്ലമായി അടിക്കാൻ തുടങ്ങിയിട്ട്? നിങ്ങൾ 20 കൊല്ലം തുടർച്ചയായി അടിച്ചിട്ട് മൂപ്പർ ശക്തി കൂടുക എന്നല്ലാതെ ഒരു ശക്തി കുറക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കില്ല എന്ന് വാശിപൂർവ്വം പ്രവർത്തിച്ചു. അദ്ദേഹത്തിന് കമല ഇന്റർനാഷണൽ ഉണ്ട്, അദ്ദേഹത്തിന് അവിടെ സ്വത്തുണ്ട്, അദ്ദേഹത്തിന് ഇവിടെ ബിനാമിയുണ്ട് എന്നൊക്കെ രീതിയിൽ പ്രചരിപ്പിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് പിണറായി എത്തിക്കില്ല, ആ രാഷ്ട്രീയ നേതാവിനെ നശിപ്പിച്ചേ അടങ്ങുമെന്ന വാശി നിങ്ങൾ പ്രവർത്തിച്ചു. പക്ഷേ 20 കൊല്ലം ചുറ്റും അടിച്ചിട്ട് അദ്ദേഹം ശക്തനായി വന്നു. അതാണ് നിരാശ UDFന്. അതുപോലെ തന്നെ നിരാശ ചില മാധ്യമങ്ങൾക്കുണ്ട്. ചില മാധ്യമങ്ങൾക്കും അതുപോലെ അദ്ദേഹം മാധ്യമങ്ങൾ കണ്ട ചിരിക്കുക പോയിട്ട് അങ്ങനെ എന്തുണ്ട് ചായ കുടിച്ചു. ഞാൻ പറഞ്ഞല്ല, അദ്ദേഹത്തിന്റെ ഒരു ശൈലിയുണ്ട്. പിണറായി വിജയൻ എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ഒരു ശൈലിയുണ്ട്. ആ ശൈലിയിൽ അദ്ദേഹം പോവുള്ളൂ. അതിപ്പോ മാറ്റണം. ഷംസീർ, സഭയ്ക്കകത്ത് പ്രതിപക്ഷം എല്ലാ കേന്ദ്രീകരണവും മുഖ്യമന്ത്രിയിലേക്ക് തന്നെ നിൽക്കുന്നു. തർക്കമില്ലാത്ത കാര്യമാണ്, താങ്കൾക്കും അതറിയാം. പക്ഷേ ആ അവസ്ഥയെ ഭരണപക്ഷം എങ്ങനെ പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ്. അതിൽ പൂർണ്ണ തൃപ്തി നിങ്ങൾക്കുണ്ട് എങ്കിൽ അതാണോ പങ്കുവെക്കുന്നത് ഷംസീർ? ഒരു സംശയവുമില്ല, ഗവൺമെന്റ് നല്ല ഐക്യത്തിലാണ്. അല്ല, ഐക്യത്തിന്റെ പ്രശ്നമല്ല. സഭയ്ക്കകത്തെ തന്ത്രങ്ങളിൽ, സ്ട്രാറ്റജിയിൽ പ്രതിപക്ഷത്തിന്റെ ഈ ഉന്നം വെക്കലിനെ നേരിടാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. സഭക്കകത്തെ സ്ട്രാറ്റജി UDF പ്രതിപക്ഷത്തിന്റെ ഏതാ ജയിച്ചത്? ഇവര് പറഞ്ഞു ഞങ്ങൾ മാണിയെ ബഹിഷ്കരിക്കുന്നു. എന്നിട്ടെന്താക്കി? മണിയെ ബഹിഷ്കരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവരെവിടെ എത്തിച്ചു? ഷംസീർ, ഉമ്മൻചാണ്ടിയെ കഴിഞ്ഞ കുറച്ച് കാലമല്ലേ, കുറച്ച് ദിവസങ്ങൾ, 11 മാസമല്ലേ ഉള്ളൂ ഉമ്മൻചാണ്ടി മാറിയിട്ട്. ഉമ്മൻചാണ്ടി ആദ്യത്തെ ആ വരവ് എന്തായിരുന്നു? ആ വരവ് ശരിക്കും പറഞ്ഞ പ്രതിപക്ഷത്തെ അമ്പരിപ്പിക്കുന്ന ഒരു കുതിച്ചു കയറ്റമായിരുന്നു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക്. തുടക്കം ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം എന്തോ ഒരു വിജയം. സെൽവരാജിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു, ആകെ ബഹളം, അടിച്ചമർത്തി എല്ലാം ജയിച്ച് കയറി വന്ന ഉമ്മൻചാണ്ടി സരിത വിഷയം വന്നപ്പോഴത്തേക്ക് പ്രതിപക്ഷത്തിന്റെ ആക്രമണ മുന മുഴുവൻ ഉമ്മൻചാണ്ടിയിലേക്ക് ഫോക്കസ് ചെയ്തില്ലേ? കാരണം ഉമ്മൻചാണ്ടിയെ അങ്ങനെ വിട്ടാൽ പിടി തരത്തില്ല, പിടി കൊടുക്കത്തില്ല, കൈവിട്ടു പോകും എന്ന് മനസ്സിലാക്കിയ പ്രതിപക്ഷം എല്ലാ ശക്തിയും സമാഹരിച്ചും കൊണ്ട് ഉമ്മൻചാണ്ടിക്ക് തിരിഞ്ഞു. ഷംസീറിനോട് ഞാൻ യോജിക്കുന്നു. ബാക്കി പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ ഞാൻ യോജിക്കുകയാണ്. കാരണം പിണറായി വിജയൻ ആ ഒരു കരുത്തനായ ഒരു പിണറായി വിജയൻ, അതിനാണ് തിരുവഞ്ചൂരും പറഞ്ഞത് അങ്ങനെ കരുത്തനായ ഒരു മുഖ്യമന്ത്രിയും അതിന്റെ പരിസരത്തെത്താത്ത മന്ത്രിമാരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞത് RSSനെ നേരിട്ടുകൊണ്ട് വളർന്നു വന്ന പിണറായി, CPMനെ VSന്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചെടുത്ത പിണറായി വിജയൻ, അങ്ങനെ ഒരു ജൈത്രയാത്ര നടത്തി. ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ മന്ത്രി എന്ന നിലയ്ക്ക് ഒരു ജൈത്രയാത്ര നടത്തിയ പിണറായി വിജയൻ ഇദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ലാവ്ലിൻ കേസ് കൊണ്ടുവന്നത് എന്ന് ആത്മാർത്ഥമായിട്ട് അന്നും ഇന്നും വിശ്വസിക്കുന്നയാളാണ് ഞാൻ. വീണ്ടും ഇത്തവണ മുഖ്യമന്ത്രി ആകാതിരിക്കാൻ വേണ്ടി ലാവ്ലിൻ കേസ് വീണ്ടും മനഃപൂർവ്വം കുത്തിക്കൊണ്ടു. പക്ഷേ ജേക്കബ് ജോർജ്, ഞാൻ തിരുവഞ്ചൂരിലേക്ക് പോകുമ്പോൾ തന്നെ ഒരൊറ്റ കാര്യം. പക്ഷേ ഇപ്പോൾ തരാം താങ്കളിലേക്ക് ഷംസീറിലേക്കും വരാം. ശ്രീ ജേക്കബ് ജോർജ്, പക്ഷേ ഇപ്പോഴത്തെ ഈ സമീപകാലത്ത് നടന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നൊരു ചോദ്യം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് സത്യസന്ധമായെങ്കിലും ചർച്ച ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരു തിരുത്തൽ ആർക്കും സംഭവിക്കില്ലല്ലോ. അങ്ങനെ ഒരു ചർച്ച, അങ്ങനെ ഒരു വർത്തമാനം താങ്കളടക്കം കേൾക്കുന്നുണ്ടോ? അല്ല, ഇപ്പോഴേ അതുകൊണ്ട് അതിന്റെ ഒരു സൈക്കോളജി ഞാൻ മനസ്സിലാക്കിയത് PT തോമസും തിരുവഞ്ചൂരും VD സതീശനും ഒക്കെ ഉണ്ടല്ലോ, നിയമസഭയിൽ വളരെ കുറച്ചുപേരേ ഉള്ളൂ പ്രതിപക്ഷത്ത് ശക്തമായിട്ട് ഒരു നിയമസഭ ആക്ടിവിറ്റിയെ ലൈവാക്കാൻ. ഇവരൊക്കെ കാണാൻ ഈ PT തോമസും ഒക്കെ കൂടിയാണ്. അവരൊക്കെ മനസ്സിലായി പിണറായി വിജയൻ വളരെ സെൻസിറ്റീവാണ്, ആക്രമിച്ച പെട്ടെന്ന് ഒന്ന് വാടും, ഒന്ന് ആക്രമിച്ച ആക്രമണം ഏക്കും എന്ന് മനസ്സിലായി. അപ്പോ ശാരീരികമായിട്ടല്ല, അങ്ങനെ വാടിപ്പോയെങ്കിൽ ആദ്യം വാടിപ്പോണ്ടേ? കേരള രാഷ്ട്രീയത്തിൽ ഇത്രമാത്രം ആക്രമിക്കപ്പെട്ട വേറെ ഏത് നേതാവ് അദ്ദേഹം വാടിയോ? അദ്ദേഹം മുഖ്യമന്ത്രി ശക്തനായി തിരിച്ചു വന്നല്ലോ. ഷംസീർ പറഞ്ഞതിനേക്കാൾ നല്ല വാക്കുകൾ കൊണ്ട് ഞാനത് പറഞ്ഞു കഴിഞ്ഞു. ഈ വിവാദ ചുഴിയിൽ മുഖ്യമന്ത്രിയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് തന്നെ സർക്കാരിനെ പ്രതിരോധിക്കുന്ന ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടാകുമ്പോൾ ഈ ചോദ്യം, ഇത് ഞാൻ മുമ്പ് ജേക്കബ് ജോർജ്, മുഖ്യമന്ത്രിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം അദ്ദേഹത്തിൽ നിന്ന് ആഗ്രഹിച്ചതോ ആ ജനവിധിക്കനുസരിച്ചുള്ളതോ ആയ എന്തോ കിട്ടുന്നില്ല എന്ന നിലയിലുള്ള ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഉയർന്നു വരുന്നുണ്ട് ശരത്തെ. അത് പ്രതിപക്ഷം അത് വളരെ മനഃപൂർവ്വമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മാനുഫാക്ചറിംഗ് കൺസെന്റ് എന്ന് പറയുന്നത് സമ്മതങ്ങളുടെ നിർമ്മാണം. ഇവിടെ ഇപ്പൊ അതുപോലെ ഒരു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക. മുഖ്യമന്ത്രി ദുർബലനായിപ്പോയി, മുഖ്യമന്ത്രിക്ക് എന്ത് പറ്റി എന്നൊരു ചർച്ച
ബോധപൂർവ്വം അങ്ങോട്ട് നിർമ്മിക്കുകയാണ്. ഒരു സാഹചര്യവും ഇന്നില്ല. ഞാൻ പറയാം, ഇതുകൊണ്ട് നാളെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നില്ല. ഈ ഒരാഴ്ചത്തെ നിയമസഭ മാത്രമാണ് ഈ ചർച്ചയ്ക്ക് ആധാരം. അതല്ലാതെ നാളെ ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനോ തോൽപ്പിക്കാനോ അല്ലല്ലോ. ഈ ഗവൺമെന്റ് ഭരണം പറയാതെ നമുക്ക് നവകേരള മിഷൻ നാട്ടിൽ ശരിയാണ്, ഞാൻ അംഗീകരിച്ചു. ഹരിത കേരള മിഷൻ ഈ കടുത്ത വരൾച്ച പോലും ഒരു പരിധി വരെ അതിജീവിക്കാൻ കഴിഞ്ഞില്ലേ? ആർദ്രം എന്ന പദ്ധതിയുടെ ഭാഗമായി ഇതിന്റെ പ്രചാരണം സർക്കാരിനെ നടത്താനാകും, പ്രതിപക്ഷം ചെയ്യില്ല. ഷംസീർ, ഇതിന്റെ പ്രചാരണം നടത്തേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ്, പ്രതിപക്ഷത്തിനല്ല. അങ്ങനെ കഴിയുന്നില്ല എങ്കിൽ അതിനെന്തോ ചില തകരാറുണ്ടെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. തിരുവഞ്ചൂർ, ഇവിടെ ഭരണത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്, സംശയമൊന്നും വേണ്ട. നിങ്ങൾ എം എം മണി തെറ്റു ചെയ്താൽ വിമർശിക്കേണ്ടി വന്നാൽ വിമർശിക്കാം. പക്ഷേ എം എം മണിയെക്കുറിച്ച് വിദ്യുത് ശക്തി എന്ന് എഴുതാൻ പോലും ഏതെങ്കിലും ഭാഷയിൽ അറിയുമോ എന്ന് ചോദിക്കുന്ന നിലയിലേക്ക് നിങ്ങൾ തരം താണപ്പോൾ ഈ കൊടും വരൾച്ചയിൽ പോലും ഒരു പവർ കട്ട് പോലുമില്ലാതെ ആ വകുപ്പിനെ നയിക്കുകയാണ് ആ മന്ത്രി. തിരുവനന്തപുരം നഗരത്തിലടക്കം ജലനിയന്ത്രണം, കുടിവെള്ള നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട ഒരു ഘട്ടത്തിൽ സമാനതകളില്ലാത്ത വിധം ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് ബദൽ സംവിധാനം ഒരുക്കാൻ കഴിഞ്ഞു. ഈ നിലയിലുള്ള ഭരണത്തിന്റെ സാധ്യതകളെ, ഭരണത്തിന്റെ നേട്ടങ്ങളെ, മുമ്പ് ഷംസീർ എണ്ണി പറഞ്ഞ വിദ്യാഭ്യാസ വായ്പയിലെ സർക്കാരിന്റെ പുതിയ ഇടപെടൽ, ഇതെല്ലാം യഥാർത്ഥത്തിൽ ഒന്ന് ഇടിച്ചു താഴ്ത്തണമെങ്കിൽ ഈ വിവാദങ്ങളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. അതിൽ മുഖ്യമന്ത്രിയെ കുരുക്കിയിടാനാകണം. അതാണ് സഭയിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരത്, ഞങ്ങൾ ഇപ്പോൾ ഒരാളുടെ വിദ്യാഭ്യാസം കേന്ദ്രീകരിച്ച് ഞാനൊരു വിമർശനം നടത്താനില്ല. അത് അതിന്റെ അല്ല, പ്രതിപക്ഷം ചെയ്തതിനെയാണ് ഞാൻ പറഞ്ഞത്. എന്നുള്ള നിലയിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു, ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ടോ, അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അല്ല, അത് എന്നെ എന്നുള്ളത് ശ്രീ തിരുവഞ്ചൂരുമായി സംസാരിക്കുമ്പോൾ അതൊരു വ്യക്തിഗതമായ സംസാരമല്ലല്ലോ. പ്രതിപക്ഷത്തിന്റെ പ്രതിനിധിയാണ് താങ്കൾ. പ്രതിപക്ഷം ഈ സഭയിൽ ആവേശം കൂടി വന്നൊരു ഘട്ടത്തിൽ എം എം മണിക്ക് നേരെ ഉന്നയിച്ചതല്ലേ ആ നിലപാട്? അത് തെറ്റാണെന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞാലും അത്ര വലിയ കാര്യം. എം എം മണി അതിനേക്കാൾ ഭീകരമായി വിമർശിച്ചപ്പോൾ കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള റിയാക്ഷൻ വന്ന് കാണും. ആക്ഷൻ അല്ല, ദാറ്റ് മേ ബി എ റിയാക്ഷൻ. ആ റിയാക്ഷൻ ഉണ്ടാകാൻ ഞാനും അതാണ് പറഞ്ഞത്. തെറ്റ് വിമർശിക്കേണ്ട ഇവിടെ പ്രധാനപ്പെട്ട തെറ്റാണെങ്കിൽ തെറ്റെന്ന് നമ്മൾക്ക് പറയാം, വിമർശിക്കേണ്ടതാണെങ്കിൽ അതിര് കടന്ന ആക്ഷേപങ്ങളിലേക്ക് പോവുകയും മികവ് ഒരു മന്ത്രി തന്നാൽ അത് അംഗീകരിക്കുകയും ചെയ്യണ്ടേ? അത് ആരായാലും അത് ഉണ്ടാവുന്നില്ല. സഭക്കകത്ത് അദ്ദേഹത്തെ ഉപയോഗിച്ച വാക്കെന്താ? എന്റെ പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് വരട്ടെ. ശ്രീ ജേക്കബ് ജോർജ് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചതിനാണ് ഞാനൊരു റൈഡർ ചേർക്കുകയാണ്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഏത് മുഖ്യമന്ത്രിമാരോടാണ് മാർക്സിസ്റ്റ് പാർട്ടി, പ്രത്യേകിച്ച് LDF ഒരു ദാക്ഷിണ്യം കാണിച്ചിട്ടുള്ളത്? ശ്രീ ഉമ്മൻചാണ്ടിയെ തേജോവധം ചെയ്തതുപോലെ കേരള ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ആരെങ്കിലും തേജോവധം ചെയ്തിട്ടുണ്ടോ? അതിനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? യഥാർത്ഥത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഡെവലപ്മെന്റിന് നേതൃത്വം കൊടുത്ത ആളായിരുന്നില്ലേ ശ്രീ ഉമ്മൻചാണ്ടി? ഈ ഏതെങ്കിലും ഒരു ദിവസം മുഖ്യമന്ത്രിയെ ആക്രമിച്ച് താഴെ വീഴ്ത്തിയത് CPM-കാരല്ല, പ്രതിപക്ഷമല്ല, കോൺഗ്രസുകാർ തന്നെയാണെന്ന കാര്യം ഞാൻ വിനയത്തോടെ. ഏതായാലും ജനവിധി അടിസ്ഥാനമായിട്ട് കരുണാകരനെ പുറത്തിയടിച്ചതാരാ? ഞങ്ങൾക്കറിയാം. കരുണാകരനെ കോൺഗ്രസിന് പുറത്തിയടിച്ചതാരാ? അതും ഞങ്ങൾക്കറിയാം. അത് ഞാനിവിടെ സഭയിൽ പറയുന്നില്ല, അറിയാവുന്ന ചില രഹസ്യങ്ങളാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഞങ്ങൾ ആക്രമിച്ച് ഞങ്ങളല്ലല്ലോ. അതുമായി ബന്ധപ്പെട്ട് കേരളത്തിനകത്ത് ഒരു സ്ത്രീ നടത്തിയ പരാമർശങ്ങളാണ് അദ്ദേഹം പുറത്തു ചെയ്തിട്ടുള്ളത്. എന്താ ഇപ്പോഴത്തെ കാര്യങ്ങളിലേക്ക് വരൂ. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. ഈ സർക്കാർ വളരെ ഐക്യത്തോടെ, ഈ സർക്കാർ 5 വർഷക്കാലം ജനങ്ങൾ കൊടുത്ത പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണോ അത് നടപ്പിലാക്കി മുന്നോട്ട്. നിങ്ങൾ ആലോചിക്കണം, കഴിഞ്ഞ വർഷം ഈ നേരത്ത് പവർ കട്ടാ, ഇപ്പൊ പവർ കട്ടില്ല. അതായത് വൈദ്യുതി മന്ത്രി പ്രാപ്തനല്ല എന്ന് പറയുമ്പോൾ വൈദ്യുതി ഇവിടെ പവർ കട്ടില്ലാത്ത കേരളമാണ് വ്യക്തമായി. അതായത് ഷംസീർ പറഞ്ഞു വന്നതും നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കണം. ശ്രീ തിരുവഞ്ചൂർ, ഇപ്പോഴത്തെ ഈ പറയുന്ന നേട്ടങ്ങളുണ്ട് അല്ലെങ്കിൽ തങ്ങൾക്കല്പം മേൽക്കൈ ഉണ്ട് എന്ന് തോന്നുന്നത് താൽക്കാലികം മാത്രമാണ്. സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കെട്ടുറപ്പുണ്ട്, അത് സഭയ്ക്കകത്തായാലും പുറത്തായാലും. തിരുവഞ്ചൂർ, അവസാനമായി. ഞങ്ങൾ ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നില്ല. 92 സീറ്റുകൾക്ക് കിട്ടി, ഇവർ 92 കൊണ്ട് പോകാൻ. പക്ഷെ 92 ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, അതായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം. അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓബ്ലിഗേഷൻ ചെയ്യാൻ കഴിയാതെ ഇരിക്കുന്ന ഒരു മുന്നണിയായിട്ട് ഇതിലൂടെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഈ മുന്നണിയുടെ പതനമുണ്ടാകും. അത് ഞങ്ങളെ കൊണ്ടാവില്ല, നിങ്ങളെ കൊണ്ട് തന്നെയാണ്. ഈ പറയുന്ന കമ്പിപ്പാരയും ഈ കത്തിയും ഈ വെട്ടരുവാളും അതൊക്കെ
നിങ്ങളുടെ മുന്നണിക്കകത്ത് തന്നെ വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവിടെ കിടക്കട്ടെ. അല്ല, ഈ മുന്നണിയെ പറ്റി പറയുമ്പം 3.25 പാർട്ടിയുമായി പ്രതിപക്ഷത്തേക്ക് വന്ന UDF ഇപ്പൊ 2.25 പാർട്ടിയായി. അപ്പൊ ഞങ്ങളാണ് ദുർബലപ്പെട്ടത്. നിങ്ങളുടെ കൂട്ടത്ത് മാണി പോയല്ലോ. മാണി പോകുമ്പോഴേക്ക് എന്തൊരു പ്രകോപന. ഞങ്ങളെ തകർക്കാം, ദുർബലപ്പെടുത്താമെന്ന വ്യാമോഹം തിരുവഞ്ചൂരിലുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് അദ്ദേഹം ഇപ്പൊ എവിടെയാ നിൽക്കുന്നത്? ആരുടെ കൂടെ എനിക്കറിയില്ല. ഏതായാലും നിങ്ങൾ രാഷ്ട്രീയകാര്യ സമിതി കഴിഞ്ഞപ്പോൾ കുറച്ച് മയപ്പെട്ടു എന്ന് വിളിക്കാന്ന് പറഞ്ഞു. അന്ധത ഒരു ആയുധമായിട്ട് വിനിയോഗിക്കാൻ പറ്റിയല്ലോ. അന്ധത ഒരു ആയുധമായിട്ട് വിനിയോഗിക്കാൻ പറ്റുമോ? അതറിയണമല്ലോ. എവിടെയാണ് അദ്ദേഹം? നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ. നിങ്ങൾ ശക്തരായി ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കും എന്ന് പറഞ്ഞു വന്നവരല്ലേ? നിങ്ങളുടെ മുന്നണിയിലെ ദുർബലപ്പെട്ടു പോയത്. നിങ്ങളുടെ മുന്നണി ദുർബലപ്പെട്ടു പോയി. നിങ്ങളുടെ മുന്നണിക്കകത്ത് മാണി ശക്തനായ പാർട്ടിയാണ്. കേരളത്തിൽ സീനിയർ പൊളിറ്റീഷ്യനാണ് അദ്ദേഹം. ഇന്നിപ്പോ നിങ്ങളുടെ കൂടെ ഇല്ല. നിങ്ങളുടെ നേതാക്കന്മാർ ആക്ഷേപിക്കുന്നു. നിങ്ങളുടെ യൂത്ത് കോൺഗ്രസ്, നിങ്ങളുടെ KPCC പ്രസിഡന്റ്, നിങ്ങളുടെ നേതാക്കന്മാർ എല്ലാം ആക്ഷേപിക്കുന്നു. അതായത് തിരുവഞ്ചൂർ രാഷ്ട്രീയകാര്യ സമിതി കഴിഞ്ഞോട് കാര്യങ്ങൾ രാഷ്ട്രീയകാര്യ സമിതി കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ മാണിയോട് മയം വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞങ്ങൾ എടുക്കേണ്ടത് കറക്റ്റായ ടൈമിൽ ഞങ്ങൾ തീരുമാനം എടുക്കും. ലോക്സഭാ കെൽപ്പും പക്വതയും ഞങ്ങൾക്കുണ്ട്. ആ പക്വതയുടെ അടിസ്ഥാനത്തിൽ തീരുമാനം ഉണ്ടാകും. ശ്രീ സജീവൻ, ഏറ്റവും അവസാനം സഭ മുൻനിർത്തിയാണ് ഇരുപക്ഷത്തെയും നമ്മൾ വിലയിരുത്തിയതെങ്കിൽ വരും ദിനങ്ങൾ ഇതിന്റെ ഒരു തുടർച്ച പ്രതീക്ഷിക്കേണ്ടത് എങ്ങനെയാണ്? താങ്കളുടെ ഒരു കാഴ്ചപ്പാട്. അല്ല, ഇതിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തിൽ പോകുന്നില്ല കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതേ സമയത്ത് ഈ ഇരുമുന്നണിക്കകത്തുമുള്ള പ്രശ്നങ്ങൾ, അതാ നേരത്തെ പറഞ്ഞതുപോലെ ആ മുന്നണിക്കകത്ത് തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. പ്രത്യേകിച്ച് ഭരിക്കുന്ന പാർട്ടി LDF-ൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ CPI നേരിടുന്ന ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPI ആണ്. ഇപ്പോൾ ഷംസീർ സമ്മതിക്കൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും അവർക്ക് ഏറ്റവും വലിയ തലവേദനയാണ്. അപ്പോൾ അത്തരം തലവേദന ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷത്തിന് വലിയ ആയുധമായി കിട്ടും. ഇത്തരത്തിലുള്ള ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിന് എത്ര തന്മയത്വത്തോട് കൂടിയിട്ട് മാനേജ് ചെയ്യണമെന്ന് അറിയാതെ പോകുന്നതാണ് CPM-ന്റെയും മറ്റ് CPM നയിക്കുന്ന അല്ലെങ്കിൽ ഈ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയുടെയും ഒരു പരാജയമെന്ന് എനിക്ക് തോന്നുന്നു. വളരെയധികം നന്ദി ശ്രീ സജീവൻ, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ ഷംസീർ, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഏതായാലും പ്രതിപക്ഷം അതിന്റെ എല്ലാ ആക്രമണവും മുഖ്യമന്ത്രിക്ക് നേരെ തീർക്കുമ്പോൾ യഥാർത്ഥത്തിൽ പിണറായി വേഴ്സസ് പ്രതിപക്ഷം എന്ന ഒരു അവസ്ഥ സഭയിൽ രൂപപ്പെടുമ്പോൾ അതിനെ ഭരണപക്ഷം എത്രമാത്രം പ്രതിരോധിക്കുന്നു, എത്രമാത്രം ഫലപ്രദമായി ചെറുക്കാനാകുന്നു എന്ന അന്വേഷണമാണ് കഴിഞ്ഞ പല വിവാദ വിഷയങ്ങളും വളരെ സജീവമായി ഉയർന്നു വന്ന സഭാ ദിനങ്ങളുടെ രാഷ്ട്രീയത്തെ പരാമർശിച്ചുകൊണ്ട് പ്രൈം ഡിബേറ്റ് ഇപ്പോൾ പരിശോധിച്ചത്. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.